ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ. അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അബ്റാറിൽ ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ. അബ്റാറിൽ ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ. യാ മുജീബ ദഅവതിനാ യാ ദ ജലാലേ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ. ഇൽമിൻ മുത്തുമണികൾ വീണുപോയ ഇന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം. ഇൽമിൻ മുത്തുമണികൾ വീണുപോയ ഇന്ധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം. ദീനിന്റെ ഉലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീനിന്റെ ഉലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീപ്തി തെളിച്ച് കാവൽ തീർത്ത ഖൈറിൻ താരകം. യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ. അതതിൽ നമുക്കലിഫെഴുതാം അഹ്ലൻ വസഹ്ല ബുശ്റാക്കുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൽ മിൻ യഖീനേ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. صدق الله مولانا العظيم. الحمد لله. സർവശക്തനായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ ദീനിനെ കേൾക്കുന്ന അറിവിന്റെ പുതിയ ഒരു സംഗമത്തിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ദീനിനെ സഹായിക്കാനും അവന്റെ ദീനിന്റെ കാവൽഭടന്മാരായി നിലകൊള്ളാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമയത്തിലും നമ്മുടെ അറിവിലും നമ്മുടെ അധ്വാനത്തിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നിലനിർത്തുമാറാവട്ടെ. വലിയ കൂട്ടായ്മയാണ്. ബുശ്റാക്കുമുൽ യൗം എന്ന സന്തോഷകരമായ ഒരു പേരിൽ, ഒരു തലക്കെട്ടിൽ ദിവസങ്ങളായി പല ഉസ്താദുമാരുടെ, പല പണ്ഡിതന്മാരുടെയൊക്കെ മേൽനോട്ടത്തിലെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ യാത്രയിലായിരുന്നു. അമർ കഴിഞ്ഞെത്തി 2 ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞപ്പോൾ
താല്പര്യം കൊണ്ട് അങ്ങനെ അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയുന്ന അറിവുകൾ പരസ്പരം കൈമാറാനും ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുറവാണ്. അത്രമാത്രം നമ്മൾ പുതിയ പുതിയ പ്രഭാഷണങ്ങളും പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജസ്റ്റ് ഒരു ഉണർത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അറിയുന്ന കാര്യങ്ങളെ തന്നെ പുതിയ രീതിയിൽ ഉണർത്തി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനിനെ സ്ഫുടം ചെയ്ത് കൂടുതൽ തിളക്കമുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കി മാറ്റലാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് പ്രകാശിക്കുന്ന ഹൃദയങ്ങളായി, കൈകാലുകളായി, മുഖങ്ങളായി അള്ളാഹു നമ്മുടെ ശരീരത്തെയൊക്കെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം അമാനത്ത് അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന ഒരു ടൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അമാന എന്ന് പറയുന്ന വാക്ക് പ്രത്യേകിച്ച് ഗൾഫിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം, ഗൾഫുകാരായ വലിയ വിഭാഗം ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചയമുള്ള വാക്കാണ് അമാനത്ത് എന്ന് പറയുന്നത്. നാട്ടിലായാലും ഈ വാക്ക് ഒട്ടും അപരിചിതമല്ല, നമുക്കൊക്കെ അറിയുന്ന വാക്കാണ് അമാനത്ത് എന്ന് പറയുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. അമത്തിന്റെ ദുഃഖം അള്ളാഹു അറിയാമെന്ന് നടത്തുന്നു. എന്താണ് കടപ്പെട്ടവരാണ്, അതില്ലാതെ പോയാൽ എന്തൊക്കെ സംഭവിക്കും എന്നിത്യാദി ഇതിന്റെ വിവിധ വശങ്ങളിലേക്ക് ഇൻഷാ അള്ളാഹ് സമയത്തിനനുസരിച്ച് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഇൻഷാ അള്ളാഹ് അള്ളാഹു മനുഷ്യനെ പടച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ ഖലീഫയായിട്ടാണ്. ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ, എന്റെ പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുന്നു എന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് സർവശക്തനായ അള്ളാഹു മലക്കുകളോട് പറഞ്ഞത്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ്. അള്ളാഹു ആകാശ ഭൂമികളെയൊക്കെ പടച്ചതിന് ശേഷം, ആദ്യമായി അള്ളാഹു ഭൂമിയെ പടച്ചു, അതിനുശേഷം മറ്റ് ആകാശങ്ങളെയൊക്കെ പടച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഉത്തരവാദിത്തങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു ആകാശങ്ങളെ വിളിച്ചു. ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള മറ്റു ഉപരിയായി കാണുന്ന ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ അടങ്ങുന്ന നമ്മുടെ മുകളിൽ നിന്ന് നോക്കുന്ന ആ ലോകത്തിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. വാനലോകം എന്നൊക്കെ പറയാം. വാനലോകങ്ങളെ അള്ളാഹു വിളിച്ചു, ഭൂമിയെ അള്ളാഹു വിളിച്ചു, ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ജിബാലുകളെ, പർവ്വതങ്ങളെയൊക്കെ അള്ളാഹു വിളിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകാൻ പോവുകയാണ്, നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി പറയുകയാണ്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ മേൽ ഞാൻ അമാനത്തിനെ വെളിവാക്കി. ഞാൻ ഈ അമാനത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കടപ്പാടുകൾ എന്ന് പറയുന്ന, ബാധ്യതകൾ എന്ന് പറയുന്ന ഒരു പിടി കാര്യങ്ങളെ ഉയർത്തിക്കാട്ടി ഇതാരേറ്റെടുക്കും എന്ന് അള്ളാഹു ചോദിച്ചു. ഫഅബൈന അൻ യഹ്മിൽനഹാ. വാനലോകമോ ഭൂമിയോ ഭൂമിയിലെ പർവ്വതങ്ങളോ ഒന്നും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, വഅശ്ഫഖന മിൻഹാ, അവരൊക്കെ അതിൽ നിന്ന് ഭയം പ്രകടിപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല റബ്ബേ എന്ന ഭയപ്പാട് അവരറിയിച്ചു. വഹമലഹൽ ഇൻസാൻ. അതേ ഉത്തരവാദിത്തങ്ങളെ ആദ്യ സൃഷ്ടിയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഞാൻ ചില ഉത്തരവാദിത്തങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഇത് ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടോ എന്ന് മഹാനായ ആദിമ മനുഷ്യനായ മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു. അള്ളാഹു പറയുന്നു, വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല. അവൻ ഏറ്റെടുത്തെങ്കിലും പിന്നീട് അവൻ അക്രമിയും വിവരമില്ലാത്തവനുമായി തീർന്നു. അത് നമുക്ക് വിശദീകരിക്കാം. ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് മറ്റു ഭൂമിയെയും മറ്റു ഗോളങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹു മനുഷ്യനെ, നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനെ ഒരു പ്രത്യേക ഉത്കൃഷ്ട സൃഷ്ടിയായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഉത്കൃഷ്ട സൃഷ്ടി കേവലം ഭൂമിയിൽ മറ്റു ജീവികളെ പോലെ അധിവസിക്കണം എന്നല്ല അള്ളാഹുവിന്റെ തീരുമാനം. മറിച്ച് അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന, അള്ളാഹുവിന്റെ വിരോധങ്ങളെ
അപ്രകാരം നടപ്പിലാക്കുന്ന, ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ ആ രീതിയിൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കാനുള്ള പ്രതിനിധിയായിട്ടാണ് അള്ളാഹു മനുഷ്യനെ നിയോഗിക്കുന്നത് തന്നെ, സൃഷ്ടിക്കുന്നത് തന്നെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആകാശങ്ങളൊന്നും ഭൂമിയിട്ട് പറഞ്ഞങ്ങളൊന്നും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത സമയത്ത് ആദം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോ പ്രതിനിധിയായി സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനത് ഏറ്റെടുക്കാൻ റബ്ബേ. ആദം നബി ചോദിച്ചു. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്നൊക്കെ പറയുന്ന തഫ്സീറിൽ കാണാൻ സാധിക്കും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ് അമാനത്ത്? അപ്പൊ അള്ളാഹു പറഞ്ഞു, ഞാൻ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തരുന്നു, നീ അത് നിർവഹിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, നീ അത് നിർവഹിക്കാതെ അതിൽ വീഴ്ച വരുത്തിയാൽ നിനക്ക് നരകമുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോ മഹാനായ ആദം അലൈഹി സ്വലാം പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ അനുസരിച്ചോളാം റബ്ബേ, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിൽ കാണാൻ സാധിക്കും. فقال لآدم إني قد عرضت الأمانة على السماوات والأرض والجبال فلم يطقنها. അവർക്കൊന്നും ഈ അമാനത്ത് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. ഫഹൽ അൻത ആഖിദുൻ ബിമാ ഫീഹാ, ഈ അമാനത്ത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ആദം നബി ഖാല യാ റബ്ബ് വമാ ഫീഹാ, എന്താണ് ഇതിലുള്ളത്, ഈ അമാനത്ത് ഏറ്റെടുത്താൽ എന്താണുള്ളതെന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. ഖാല, അള്ളാഹു പറഞ്ഞു, ഇൻ അഹ്സൻത ജുസീത, നീ നല്ലത് ചെയ്താൽ ജുസീത, നിനക്ക് പ്രതിഫലമുണ്ട്. വഇൻ അസഅത, നീ ചെയ്തത് തെറ്റാണെങ്കിൽ, നീ തിന്മ പ്രവർത്തിച്ചാൽ ഉഖിബത, നിനക്ക് ശിക്ഷ ലഭിക്കും. ഫഅഖദഹ ആദം, അത് കേട്ടപ്പോ ആദം നബി ചിന്തിച്ചു, എനിക്കെന്തിന് അള്ളാഹുവിനെ ധിക്കരിക്കണം, ഞാനത് ഏറ്റെടുത്ത് നിർവഹിച്ചു കൊള്ളാം എന്ന് അള്ളാഹുവിന്റെ ഖലീഫയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റെടുത്തു. പിന്നീട് അള്ളാഹു പറയണം, ഇന്നഹു കാന ളലൂമൻ ജഹൂല, ഈ മനുഷ്യൻ ഇങ്ങനെ വലിയ ഉത്തരവാദിത്തം, പർവ്വതങ്ങൾ പോലും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത, ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത, ആകാശങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഈ വലിയ ഉത്തരവാദിത്തം, ഭാരം മനുഷ്യൻ ഏറ്റെടുത്തു. പക്ഷേ മനുഷ്യന്റെ പിന്മുറക്കാരായി വന്ന ആളുകള് ആ കാര്യങ്ങളൊക്കെ മറന്ന് അല്ലെങ്കിൽ അറിവില്ലാതെ അവരൊക്കെ അക്രമികളായി തീരുകയാണ് പിന്നീടുണ്ടായത്. ഇന്നഹു കാന ളലൂമൻ ജഹൂല, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ മറക്കുന്ന ഒരു സമൂഹമായി മനുഷ്യൻ മാറിപ്പോയി എന്ന് അള്ളാഹു പിന്നീട് പറയണം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം മനുഷ്യന് നൽകിയത്? അള്ളാഹുവിന്റെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഭൂമിയിലേക്ക് മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ അള്ളാഹു പടച്ചുവിട്ടത് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച് അബ്ദായി അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ചു കൊള്ളാൻ വേണ്ടിയാണ്. അപ്പൊ ആരാധിച്ച് അബ്ദായി അംഗീകരിക്കണമെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ വേണം. ഉടമയായ റബ്ബുമായി ചില കടപ്പാടുകൾ തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കണം. നിനക്ക് ഇന്നതൊക്കെ ചെയ്യാം, നിനക്ക് ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, നീ ഇന്നതൊക്കെ ചെയ്താൽ അതിന് ഇന്ന രീതിയിലുള്ള പ്രതിഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന പരിധി ലംഘിച്ചാൽ അതിന് ഇന്ന രീതിയിലുള്ള ശിക്ഷകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടിമയും ഉടമയും തമ്മിൽ ഒരു പ്രത്യേകമായ ബന്ധം അള്ളാഹു സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അള്ളാഹു ഈ അമാനത്തിനെ ഖലീഫയായ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തത്. ലിയുഅദ്ദിബ അല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്ത്, ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നുണ്ട് മുനാഫിഖീങ്ങളെ, സ്ത്രീകളായ മുനാഫിഖീങ്ങളെയും അതേപോലെ പുരുഷന്മാരായ, അതായത് നിഫാഖുള്ള സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു ശിക്ഷിക്കും, അതേപോലെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവരെയും അള്ളാഹു ശിക്ഷിക്കും. വയതൂബു അല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതേപോലെ വിശ്വാസികൾക്ക് അബദ്ധം പിണഞ്ഞാൽ അവർ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ തൗബ സ്വീകരിക്കാനും ഒക്കെ ഒരു സംവിധാനം വേണം. ശിക്ഷിക്കാനൊരു സംവിധാനം വേണം, രക്ഷിക്കാനൊരു സംവിധാനം വേണം. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കൂട്ടം കർമ്മങ്ങളുടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം വിധിവിലക്കുകളുടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഭാണ്ഡം മനുഷ്യന്റെ ചുമലിൽ മനുഷ്യന്റെ സമ്മതത്തോടുകൂടി ഏൽപ്പിച്ചു തന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ അറിയാം, അമാനത്ത് എന്ന വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിലാണ്. ഒരാൾ നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ അമാനത്ത് എന്ന് പറയാം. ഒരാൾ നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യത്തിനാണ് അമാനത്ത് എന്ന് പറയാം. വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാധാരണഗതിയിൽ ആ ഏൽപ്പിക്കുന്ന ആൾ നമുക്ക് തരില്ല. നീ ഇത് സൂക്ഷിക്കണം, ഞാൻ ഇത്ര മണിക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞൊരാൾ ബാഗ് ഏൽപ്പിച്ചാൽ ആ ബാഗ് തുറന്നു നോക്കാനോ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് അധികാരമില്ല. 1000 ദിർഹം നമ്മെ ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ ഇത് സൂക്ഷിക്കണം, ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ തരണമെന്ന് പറയുമ്പോൾ
ഒരു മാറ്റവുമില്ലാതെ നമ്മുടെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാതെ കൃത്യമായ ആ അമാനത്ത്, ആ വിശ്വസിച്ചേൽപ്പിച്ച വസ്തു അല്ലെങ്കിൽ സമ്പത്ത്, സാധനം തിരിച്ചേൽപ്പിക്കുന്നതിനാണ് അമാനത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് അള്ളാഹു ഒരുപാട് ഹുദൂദുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരുപാട് പരിധികൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ഒരുപാട് അതിർവരമ്പുകൾ, രേഖകൾ അള്ളാഹു വരച്ചിട്ടുണ്ട്. ആ രേഖകൾ ഒരു കാരണവശാലും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി വരയ്ക്കാനോ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താനോ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് കാലത്തിനൊത്ത് അതിൽ വ്യത്യാസങ്ങൾ വരുത്താനോ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയാണോ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നത് അതുപോലെ നിന്റെ റിപ്പോർട്ട് എനിക്ക് തിരിച്ചു ലഭിക്കണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അമാനത്ത് എന്ന പദം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ വന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങളൊക്കെ പറയണം. എങ്ങനെ റബ്ബ് നിന്നോട് കൽപ്പിച്ചോ അതാണ് ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു എന്ത് പറഞ്ഞോ അത് അപ്രകാരം അനുസരിക്കുക എന്നതാണ്. നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ കർമ്മങ്ങളുടെ പിന്നിലുള്ള യുക്തി ആലോചിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് പലതിന്റെ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവിടെയൊക്കെ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അർപ്പിക്കുന്നത് അവന്റെ അഖലിന്റെ അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയുടെ അബൂദിയ്യത്താണ്. അബൂദിയ്യത്തുൽ അഖൽ, അബൂദിയ്യത്തുൽ ബദൻ ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിനെ നാം അബദാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം പല വിഷയങ്ങളിലും നാം റബ്ബേ നീ കൽപ്പിച്ചു അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു, നീ ഹജറുൽ അസ്വദ് മുത്തണമെന്ന് പറഞ്ഞ് ഞാൻ മുത്തുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണല്ലോ, നീ ഒരു ഹജറാണ്, നീ സാധാരണ ഒരു കല്ലാണെന്നറിയാം, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ മുത്തണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുത്തുന്നത്. അതാണ് ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ. തവാഫ് ചെയ്യണം, അള്ളാഹു പറഞ്ഞു. ഹജ്ജ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങള്, കല്ലേറുകള്, മറ്റു സായി, ഇതൊക്കെ അള്ളാഹു കൽപ്പിച്ചു. അതിന്റെ പിന്നിലുള്ള യുക്തിയോ അതുകൊണ്ടുണ്ടാവുന്ന ശാരീരികമായ, മാനസികമായ, ശാസ്ത്രീയമായ നേട്ടങ്ങളോ അല്ല അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് എന്റെ ബുദ്ധിയെ, എന്റെ വിവേകത്തെ, എന്റെ ചിന്താശക്തിയെ ഒക്കെ എന്റെ സൃഷ്ടാവായ റബ്ബിന്റെ ആജ്ഞക്ക് മുന്നിൽ ഞാനിതാ അർപ്പിക്കുന്നു റബ്ബേ. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ കാണിച്ച ആ വലിയ അർപ്പണം. അതുകൊണ്ടാണ് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് അൽ മില്ലത്തുൽ ഇബ്രാഹിമിയ്യത്ത് സംഹ എന്നൊക്കെ പറയും. ഇബ്രാഹിം അല്ലെങ്കിൽ ഹനീഫിയ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അർപ്പണത്തിന്റെ ഉദാഹരണമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സ്വന്തം മകനെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു മനുഷ്യനെ വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം, കണ്ണീരിന് ശേഷം ലഭിക്കുന്ന പിഞ്ചു പൈതലിനെ ആ സ്നേഹിച്ച് അതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് നൽകി പൂതി തീരുന്നതിനു മുന്നേ തന്നെ അള്ളാഹു സ്വപ്നത്തിലൂടെ കൽപ്പിക്കുകയാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ കരളിന്റെ കരളായ മകനെ എനിക്ക് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കണമെന്ന് പറയുമ്പോ യാതൊരു സങ്കോചവുമില്ലാതെ മകനോട് ആ സ്വപ്നം പറയുകയും ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇതിന്റെ പിന്നിലുള്ള യുക്തി ഒന്ന് നിങ്ങൾ ആലോചിച്ചു. ഒരു ആടിനെ അറക്കണം, അതുകൊണ്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യമുണ്ട്, പലതുണ്ട്. സ്വന്തം സ്നേഹിച്ച് കരഞ്ഞ് കണ്ണീര് വാർത്ത് ലഭിച്ച പിഞ്ചോമനെ അറുക്കണമെന്ന് പറയുമ്പോ അതിന്റെ പിന്നിലുള്ള യുക്തിയെക്കുറിച്ചോ അതിന്റെ കാരണത്തെക്കുറിച്ചോ അത് പൈശാചികമായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അതിനെ തള്ളിക്കളയുകയൊന്നും ചെയ്യാതെ എന്റെ റബ്ബ് എന്നോട് കൽപ്പിക്കുന്നുവെങ്കിൽ എന്റെ മകനെയാണെങ്കിലും ഞാൻ ബലിയർപ്പിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ അർപ്പണബോധമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ എന്ന് പറയുന്ന ഒരു മകനെ അള്ളാഹു നൽകി. അത് ഈ അർപ്പണം കൊണ്ട് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അർപ്പണമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന് പറയുന്നത് തന്നെ അർപ്പണമുള്ളവൻ, അർപ്പണബോധമുള്ളവൻ, സമർപ്പിക്കുന്നവൻ എന്നാണ്. ഈ അർപ്പണബോധമാണ് അല്ലെങ്കിൽ ഉബൂദിയ്യത്താണ് യഥാർത്ഥത്തിൽ മനുഷ്യനായ അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യനും സൃഷ്ടാവായ റബ്ബും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത് ഈ അമാനത്താണ്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഭാരമാണ്. ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ചുമന്നു എന്നാണ് പറയുന്നത്. മനുഷ്യൻ അതിനെ ചുമന്നു, ചുമക്കാവുന്ന ഒരു ഭാരമാണ്. അല്ലാഹുവിന്റെ ആദ്യത്തെ പ്രീതിയാണ് നമുക്കുള്ളത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഓരോ കാര്യത്തിനും, നമ്മുടെ നിലനിൽപ്പിനും, നമ്മുടെ ശ്വാസത്തിനും, നമ്മുടെ ഭക്ഷണത്തിനും, അങ്ങനെ നമുക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഭൂമിയിൽ നമ്മുടെ ജീവിതം നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണോ ആ സകല ഘടകങ്ങൾക്കും നമുക്ക് സൃഷ്ടാവായ റബ്ബിനെ ആവശ്യമാണ്. ആ രീതിയിൽ അള്ളാഹുവുമായി ചുറ്റിപ്പറ്റുന്ന രീതിയിൽ മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. ഈ അള്ളാഹുവും മനുഷ്യനും തമ്മിലുണ്ടാക്കിയ ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അമാനത്താണ്. അതുകൊണ്ട്
തന്നെയാണ് മനുഷ്യ അമാനത്തേറ്റത് കൊണ്ട് മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചത്. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് തയ്യിബാതി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. ആദമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചു. ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. കടലിനകത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് വിവിധ വർഗങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട്. കാടുകളിൽ പക്ഷികളുണ്ട്, വനങ്ങളിൽ മൃഗങ്ങളുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി മനുഷ്യനെ അള്ളാഹു ഉത്കൃഷ്ടനായി വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. ഭൂമിയിലെ ഒരൊറ്റ ജീവിയെയും അള്ളാഹു മറ്റൊരു ജീവിയെ കൊണ്ട് ചുമപ്പിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലത്ത് വെക്കാതെ കരയിലാവട്ടെ കടലിലാവട്ടെ മനുഷ്യനെ അള്ളാഹു ചുമക്കുന്നു. വഹമൽനാഹും, നാം അവരെ ചുമക്കുന്നു. ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമൊക്കെ നാം അവരെ ചുമക്കുന്നു. വറസഖ്നാഹും മിനത് തയ്യിബാത്, അവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നൽകുന്നു. നമുക്കറിയാം എത്ര ജീവികൾ എന്തെല്ലാം വൃത്തികേടുകൾ കഴിച്ചാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ വളർത്തുന്ന കോഴി പോലും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മറ്റു ജീവികളൊക്കെ കഴിക്കുന്ന ഭക്ഷണം പലതും വിസർജ്യങ്ങളാണ്. അവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ചിലത് വിസർജ്യങ്ങളാണ്, ചിലത് ജീവിക്കുന്നത് വിസർജ്യങ്ങളിലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഉത്കൃഷ്ടമായ ഭക്ഷണങ്ങൾ നൽകി, ഉത്കൃഷ്ടമായ ജീവിത സാഹചര്യങ്ങൾ നൽകി, നല്ല നല്ല വാഹനങ്ങൾ നൽകി. നിങ്ങൾക്കറിയുന്ന കഴുതയും കുതിരയും മറ്റു വാഹനങ്ങളും ഇനി നിങ്ങൾക്കറിയാത്തതും അള്ളാഹു സൃഷ്ടിക്കും എന്നൊരായത്തിൽ അള്ളാഹു പറയുന്നു. അങ്ങനെ കടലിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കപ്പലിനെ നാം സംവിധാനിച്ചു. അള്ളാഹു ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ആ ഭൂമിയിൽ തന്നെ അള്ളാഹു നമ്മെ താലോലിച്ച് ചുമലിലേറ്റി എന്നൊക്കെ പറയുന്നത് പോലെ നിലത്ത്, കടലിലാവട്ടെ കരയിലാവട്ടെ നിലത്ത് നീ സഞ്ചരിക്കണ്ട, നിനക്ക് യാത്ര ചെയ്യാൻ ഇതാ വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു വളരെ ഉത്കൃഷ്ടനായി ഈ മനുഷ്യനെ ചുമക്കുന്നത്, മനുഷ്യൻ ഉത്തരവാദിത്വം ചുമന്നത് കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാര് പറയാം. വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ഞാൻ കൊടുത്ത അമാനത്ത് ചുമന്നു. അതുകൊണ്ട് അള്ളാഹു പറയണം വലഖദ് കറംനാ ബനി ആദം, മനുഷ്യവർഗത്തെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും, നാം അവരെ ചുമക്കുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക അള്ളാഹു നമുക്ക് നൽകിയ സ്ഥാനം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് തയ്യിബാത്, തയ്യിബാത്ത് നൽകുന്നു, നല്ല കാര്യങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ നൽകുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. ഒരുപാട് സൃഷ്ടികളേക്കാൾ നമുക്കത് വിശദമായി പറയാൻ, മനുഷ്യനെ ഉത്കൃഷ്ടനാക്കിയത് എന്തുകൊണ്ടെന്ന് പറയാൻ ഒരുപാടുണ്ട്. വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ച ഈ ഉത്കൃഷ്ടനായ മനുഷ്യനായി തീരുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആകാശഭൂമികളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു ഫഅശ്ഫഖന മിൻഹാ, അത് ഏറ്റെടുക്കാൻ അവർ വിസമ്മതിക്കുകയും അവർ പേടിക്കുകയും ചെയ്തു. അവര് അള്ളാഹു ആകാശഭൂമികളോട് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങൾ നിർബന്ധമായി അനുസരിക്കണം, അല്ലെങ്കിൽ സ്വമനസ്സാല അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോ കാലത്ത് അതൈന താഴീൻ, ഞങ്ങളിതാ അനുസരണയോടുകൂടി വരുന്നു റബ്ബേ എന്ന് ആകാശവും ഭൂമിയൊക്കെ പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയാം. ഒക്കെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. ആകാശഭൂമികളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞു അതൈന താഴീൻ. അവർക്ക് ഒരേ ഒരു രീതിയുള്ളൂ, അവർക്ക് തൗഅൻ അനുസരണ എന്ന ഒരു രീതിയിൽ. അള്ളാഹു ഭൂമിയോട് പറഞ്ഞു, നീ നിന്റെ സ്വന്തമായ കറക്കം നിനക്കുണ്ട്. ഭൂമിക്ക് ചുറ്റും സൂര്യന് ചുറ്റുമുള്ള കറക്കുണ്ട്. സൂര്യനും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ മിൽക്കി ഒക്കെ ഒന്നിച്ചുള്ള ഈ സൗരയൂഥം ഒന്നിച്ചുള്ള കറക്കുണ്ട്. ഇതിലൊക്കെ നീ കറങ്ങിക്കൊടുക്കുക. അള്ളാഹു ഓരോന്നിനും ഓരോ കൽപ്പനകൾ, ഓരോ സിസ്റ്റം വെച്ചിട്ടുണ്ട്. കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, അള്ളാഹു ഓരോന്നിനും ഓരോ ഭ്രമണ പദം വെച്ചിട്ടുണ്ട്. ആ ഭ്രമണ പദത്തില് ഇലാ അജലിൻ മുസമ്മ, ഒരു കൃത്യമായ അളവ് അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ അളവ്, ആ കാലം കഴിയുന്നത് വരെ ഓരോ ഗോളവും കറങ്ങിക്കൊണ്ടിരിക്കണമെന്ന് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അതാണ് അതൈന തായഈൻ, ഞങ്ങളിതാ അനുസരണയോടെ വന്നു എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം എന്ന് പണ്ഡിതന്മാര് പറയാണ്. ഭൂമിയോട് അള്ളാഹു ഒരുപാട് പുഴകളെ സൃഷ്ടിക്കാൻ പറഞ്ഞു, ഒരുപാട് പഴവർഗ്ഗങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു, ഒരുപാട് മനുഷ്യന് ഉപകാരമുള്ള സസ്യലതാദികളെ, പുഷ്പങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞു. അള്ളാഹു ഞാനിതാ റെഡിയാണ്, നീ പറഞ്ഞ സ്ഥലങ്ങളിൽ ഞാൻ ഉറുമാമ്പഴം അല്ലെങ്കിൽ സൈത്തൂന് അല്ലെങ്കിൽ അതുപോലെ വിലമതിക്കുന്ന ഔഷധ ഗുണങ്ങളുള്ള പോഷക ഗുണമുള്ള ഒരുപാട്
ഒരുപാട് ഭൂമിയുടെ കിടപ്പിനനുസരിച്ച്, ഭൂമിയുടെ ഫലഭൂയിഷ്ഠതക്കനുസരിച്ച്, ജനവാസത്തിനനുസരിച്ച്, അവിടെയുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യത്തിനനുസരിച്ചൊക്കെ ഭൂമിക്ക് ഒരുപാട് കൽപ്പനകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് 100% അനുസരിക്കുക എന്നല്ലാതെ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുപോലെ ഗ്രഹങ്ങൾക്കൊന്നും ഇതുപോലെ അനുസരണക്കേട് എന്നൊന്നുമില്ല. അവർക്കൊരു നിശ്ചിതമായ കാലം വരെ ഒരു പ്രത്യേകമായ ഓർഡറിൽ കറങ്ങാനുള്ള കൽപ്പനയുണ്ട്. ആ കൽപ്പന അവർ അനുസരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ അനുസരിക്കുക, അനുസരണക്കേട് കാണിക്കുക, ഈ 2 ഓപ്ഷനും ഉള്ള ഇഖ്തിയാറോടുകൂടി അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരെയും ജിന്നുകളെയും മാത്രമാണെന്ന് പണ്ഡിതന്മാർ പറയാണ്. അതാണ് യഥാർത്ഥത്തിൽ അമാനത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അലം തറ, അള്ളാഹു പറയാണ്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. എന്താ വളരെ വ്യക്തമായി അള്ളാഹു പറയാൻ, അലം തറ നിങ്ങൾ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ളവരൊക്കെ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു. വശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, വൻ നുജൂമു മറ്റു സ്റ്റാർസ് ഒക്കെ നക്ഷത്രങ്ങളൊക്കെ, വൽ ജിബാലു അതുപോലെ പർവ്വതങ്ങളും, വശജറു ഫലങ്ങള് ചെടികള്, വദ്ദവാബ് മൃഗങ്ങള് ഒക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യും. അവർക്ക് അതേ കഴിയുള്ളൂ. ഒരു മൃഗവും അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ച് നാളെ നരകത്തിൽ പോവില്ല. ഒരു മൃഗവും ഒക്കെ അള്ളാഹു പറഞ്ഞ രീതിയിൽ അവർക്ക് അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരൊക്കെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. മരങ്ങൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, മണ്ണ് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തൊക്കെ അത് ജനങ്ങൾക്ക് കാണാൻ അവസരം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വണങ്ങിയ മരം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത മരം, അള്ളാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞ മരം, അള്ളാഹുവിന്റെ റസൂൽ കയറി നിന്നപ്പോ, കുറച്ചു ദിവസം മാറി നിന്നപ്പോ പൊട്ടിക്കരഞ്ഞ മിമ്പർ, അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞ ഒട്ടകം, അള്ളാഹുവിന്റെ റസൂലിന്റെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരു അറാബിക്ക് വേണ്ടി ഷഹാദത്ത് പറഞ്ഞ ഉടുമ്പ്, ഇങ്ങനെ ഒരുപാട് ഒരൊക്കെ അള്ളാഹുവിന്റെ ഉബൂദിയ്യത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ 100% റബ്ബാണെന്ന് അംഗീകരിച്ച് ജീവിക്കാൻ മാത്രമേ അവർക്ക് അള്ളാഹു അവസരം കൊടുത്തിട്ടുള്ളൂ. അത് ലംഘിക്കാനും അല്ലെങ്കിൽ ചെയ്താൽ ഗുണവും ചെയ്തില്ലെങ്കിൽ ശിക്ഷയും എന്നൊരു സംവിധാനത്തിൽ അമാനത്ത് നൽകി അള്ളാഹു പറഞ്ഞു വിട്ടത് മനുഷ്യരെയും ജിന്നുകളെയും മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു വളരെ ഉത്കൃഷ്ടമായ ഒരു പദവിയാണ് അമാനത്ത് ഏറ്റെടുത്തത് കൊണ്ട് മനുഷ്യന് നൽകിയത് എന്ന് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അമാനത്ത് നമ്മുടെ ആദ്യ പിതാവായ നമ്മുടെ ഉപ്പയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്തു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്തത് മനുഷ്യകുലത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്, പ്രതിനിധിയായിട്ടാണ്, ഖലീഫയാണ്, അള്ളാഹുവിന്റെ ഖലീഫയാണ്. ആ ഖലീഫ എന്ന വാക്കിന് അള്ളാഹുവിന്റെ ഖലീഫ എന്ന അർത്ഥമുള്ളതോടുകൂടെ തന്നെ പിന്മുറക്കാരുണ്ടാകുന്ന തലമുറകളായി ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന അർത്ഥത്തിലാണ് മഹാന്മാരായ മുഫസ്സിരീൻ ഖലീഫക്ക് യഖ്ലുഫൂന ഖൽഫൻ ബഅദ ഖൽഫിൻ, ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായി വീണ്ടും 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 ഒക്കെ നിലനിൽക്കുന്ന ഒരു തലമുറയാണ് മനുഷ്യൻ. ഭൂമിയിൽ ഒരുപാട് സൃഷ്ടികൾ അള്ളാഹു പടച്ചിട്ടുണ്ട്. നമ്മൾ ഡിനോസാറുകളുടെ കാലം കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. വിവിധ രീതിയിലുള്ള ജീവജാലങ്ങൾ ഭൂമിയിൽ അധിവസിച്ചിരുന്നു. പല വലുപ്പത്തിലുള്ള ജീവികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, നാമാവശേഷമായി പോയി, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീനുകൾ അറ്റുപോയി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മനുഷ്യന് അള്ളാഹു ആദം നബിയുടെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്റെ ആ ജീൻ അല്ലെങ്കിൽ ആ ശൃംഖല നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് ഖലീഫ എന്ന വാക്കിന്റെ ഒരു അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ പറയും. അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരാനിരിക്കുന്ന മുഴുവൻ സമൂഹത്തിനും വേണ്ടി അള്ളാഹുവിനോട് ഏറ്റെടുത്തു. ഫഹമലഹൽ ഇൻസാൻ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ, അതായത് മനുഷ്യവർഗം എന്ന അർത്ഥത്തിൽ അല്ല് വരാറുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇത് ഏറ്റെടുത്തത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പോ ആദം നബി അലൈഹിസ്സലാം ഏറ്റെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇനി നിങ്ങളൊക്കെ ഇത് ചെയ്തോളണം എന്ന നിലക്ക് അള്ളാഹു നമ്മുടെ മേലിൽ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അങ്ങനെ വിട്ടേച്ചിരിക്കല്ല, മറിച്ച് അള്ളാഹു ഒരുപാട് രീതിയിൽ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമ്മെ സഹായിച്ച ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഘട്ടമാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ദുഹൂരിഹിം ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين. നമ്മൾ ഓർക്കണം, വഇദ് അഖദ റബ്ബുക, അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയാണ്, നബിയെ നിങ്ങൾ ഓർക്കുക, ഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദം, മനുഷ്യകുലത്തിൽ നിന്ന് അള്ളാഹു എടുത്തിട്ടുണ്ട്, മിൻ ദുഹൂരിഹിം,
അവരുടെയൊക്കെ മുതുകിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു ദുർരിയ്യതഹും, അവരുടെയൊക്കെ സന്തതികളെ, വഅശ്ഹദഹും, എന്നിട്ട് ആ സന്തതികളെ മുഴുവൻ അല്ലാഹു സാക്ഷിയാക്കി, അലാ അൻഫുസിഹിം, അവരുടെയൊക്കെ ശരീരങ്ങളുടെ മേൽ സാക്ഷിയാക്കി, നിങ്ങൾ സാക്ഷിയാവൂ എന്ന് പറഞ്ഞ് അല്ലാഹു അവരോടൊക്കെ പറഞ്ഞു, എന്ത്? അലസ്തു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്ന് അല്ലാഹു ആലമുൽ അർവാഹിൽ എല്ലാ മനുഷ്യരെയും മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഓരോ മക്കളെയും ഓരോ പിതാക്കളുടെ മുതുകിൽ നിന്ന് അങ്ങനെ മനുഷ്യ കുലം അവസാനിക്കുന്നത് വരെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ ആത്മാക്കളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അവരോടൊക്കെ അല്ലാഹു അവരുടെ ശരീരങ്ങളെ സാക്ഷിയാക്കി ആലമുൽ അർവാഹിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം, എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്നൊരു ചോദ്യം അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. ഖാലു, അവരൊക്കെ പറഞ്ഞു, ബല, അതേ റബ്ബേ, ഷഹിദിന, ഞങ്ങൾ സാക്ഷിയാണ്. അല്ലാഹു ഒരു സത്യസാക്ഷ്യം ചെയ്യിക്കല് ഖിയാമത്ത് ആലമുൽ അർവാഹിൽ നമ്മയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി ഒരു സത്യസാക്ഷ്യം ചെയ്യിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്, അല്ലെങ്കിൽ വലിയൊരു റഹ്മത്താണ്. ആദം നബി ഏറ്റെടുത്ത ഉത്തരവാദിത്തം തലമുറയിൽ വരാനിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മെമ്മറിയിൽ അല്ലാഹു ആദ്യേ അങ്ങ് സേവ് ചെയ്തിട്ടുണ്ട്. ഓരോ മനുഷ്യനും കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറയുന്ന ഫിത്രത്താണ് ഈ പറയുന്നത്. ഓരോ മനുഷ്യനും ജനിക്കുന്ന ഓരോ കുഞ്ഞും, ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ഈ ഒരു സത്യസാക്ഷ്യം അംഗീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാനി യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. നമ്മൾ ഓർക്കണം, ഓരോ കുഞ്ഞും പിറക്കുന്നത് മുസ്ലിമായിട്ടാണ്, ഇസ്ലാമിലായിട്ടാണ്. ഫഅബഹുപ്പിന്റെ അവനെ നസ്രാനിയും യഹൂദിയും മജൂസിയുമാക്കുന്നത് എന്ന് അല്ലാഹു പറയാണ്. അവിടെ ഒരിക്കലും അല്ലാഹു പറയുന്നില്ല പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ മുസ്ലിമാക്കുന്നത് എന്ന് പറയുന്നില്ല. മുസ്ലിം അല്ലാത്തതൊക്കെ പറയുന്നത് കുല്ലു മൗലൂദിൻ, ഓരോ ജന്മവും ഓരോ കുഞ്ഞും പിറക്കുന്നത് യൂലദു അലൽ ഫിത്ര, ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ. എല്ലാ മനുഷ്യരെയും അല്ലാഹു പടച്ചത് ഈ ഫിത്രത്തിന്റെ പേരിലാണ്. ഏതാണ് ഫിത്രത്ത്? അല റബ്ബുക്കും അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന ആ ചോദ്യം നമ്മളുടെ റൂഹുകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ അവൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ തീർച്ചയായും സ്വാഭാവികമായ അവന്റെ സൃഷ്ടാവിലേക്ക് അവന്റെ മനസ്സ് മടങ്ങും. അതാണ് അതാണ് നബി തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ലാ തബ്ദീല ലിഖൽഖില്ലാ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രീതി അതാണ്, അതിനൊരു മാറ്റം വരുന്നില്ല. ജനിക്കുന്ന ഏത് അഹങ്കാരിയാവട്ടെ, ഏത് ഫിറഔനാവട്ടെ, ഏത് മനുഷ്യനെ ചുട്ടുകൊന്ന ക്രൂരനായ ധിക്കാരിയായ മനുഷ്യനാവട്ടെ, അവനൊക്കെ ജനിക്കുന്നത് ഈ ഫിത്രത്തിന്റെ മേലിലാണ്. അബവാഹു, പിന്നെ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ അവന്റെ സാഹചര്യങ്ങളാണ് അവനെ ഈ ഫിത്രത്തിൽ നിന്ന് തെറ്റിക്കുന്നത്, യഹൂദിയാവുന്നത്, ക്രിസ്ത്യാനിയാവുന്നത്, തീയാരാധകനാവുന്നത്. അസൽ എന്താണ്? ഏകനായ ഇലാഹിനെ അംഗീകരിക്കലാണ്. എന്തുകൊണ്ട്? ഈ സത്യസാക്ഷ്യം ഇത് കഥയാണോ? ഏതെങ്കിലും ഹദീസിന്റെ തഫ്സീറിലോ ഏതെങ്കിലും വക്കിലുള്ളതാണോ? അല്ല, അള്ളാഹു പച്ചയായി വളരെ വ്യക്തമായി ഖുർആന്റെ നസ്സാൻ, വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹിദ്നാ അൻ തഖൂലു. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ സത്യസാക്ഷ്യം ചെയ്യിച്ചത്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഖിയാമത്ത് നാളിൽ ഒരിക്കലും റബ്ബിനോട് പറയരുത്, അള്ളാഹുവെ ഇങ്ങനെ ഒരു ഏർപ്പാട്, നീ റബ്ബാണ്, ഞങ്ങൾ സൃഷ്ടിയാണ്, ഇസ്ലാമുണ്ട് എന്നൊരു സംവിധാനം ഞങ്ങൾ അറിഞ്ഞില്ല റബ്ബേ എന്നൊരു മനുഷ്യനും നാളെ ഖിയാമത്ത് നാളിൽ പറയാൻ ഇടവരരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നടത്തിച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയാണ്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മെമ്മറിയിൽ നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ അതിൽ വാങ്ങിക്കുമ്പോഴേ ചില പ്രോഗ്രാം ഓൾറെഡി ഉണ്ടാവും. നമ്മളതിൽ ഒരു പേര് സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ടൊന്നും പുതിയ ചെയ്യണ്ട, അതിലുണ്ടാവും. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി. എന്നതുപോലെ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ റബ്ബ് കിടക്കുന്നുണ്ട്, അവിടെ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത സംവിധാനം അള്ളാഹു ചെയ്തത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എന്താ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അല്ലാഹു അവർക്കിടയിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ അയച്ചു. ഇതൊക്കെ നമ്മുടെ ജന്മനാ നമുക്കറിയാമെന്ന് അല്ലാഹു പറഞ്ഞു. പക്ഷേ അല്ലാഹു നമ്മയൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഫഇന്നീ സഉർസിലു ഇലൈഹിം അംബിയാഇ വറുസുലി യുദക്കിറൂനഹും അഹ്ദി വമീസാഖി എന്ന് ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ പ്രവാചകന്മാരെ അയക്കുന്നത്
ആലമുൽ അർവാഹിൽ വെച്ച് ഓരോ മനുഷ്യനും എന്നോട് ചെയ്ത കരാറിനെ ഓർമ്മപ്പെടുത്താനാണ് എന്ന് മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ഹദീസിന്റെ വെളിച്ചത്തില്. നമ്മൾ ഓർക്കണം, അള്ളാഹു മഹാന്മാരായ അമ്പിയാക്കളെ നിയോഗിക്കുന്നത് നമ്മളൊക്കെ ജന്മനാ നമ്മുടെ ഉള്ളിലുള്ള ആ ഫിത്രത്തിലുള്ള റബ്ബിനെ തിരിച്ചറിയാൻ, ഓർമ്മപ്പെടുത്താൻ. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത്, പ്രവാചകന്മാരുടെ പിന്മുറക്കാരായ ഔലിയാക്കളെ നിയോഗിക്കുന്നത്, ഉലമാഇനെയൊക്കെ നിശ്ചയിക്കുന്നത്, തരീഖത്തിന്റെ മശായിഖന്മാരെയൊക്കെ നിയോഗിക്കുന്നത് ഈ ഓർമ്മപ്പെടുത്തലിനാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനൊക്കെ ഈ സത്യസാക്ഷ്യം ചെയ്യിച്ച രംഗം ഓർമ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അത്രമാത്രം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയാൽ അള്ളാഹുവുമായി അന്ന് ചെയ്ത, അത് നമ്മുടെ റൂഹ് തന്നെയാണ്. അതേ റൂഹ് തന്നെയാണ് മാതാവിന്റെ ഗർഭപാത്രത്തിലൂടെ അള്ളാഹു നമുക്ക് 4-ാം മാസത്തിൽ നൽകുന്നത്. ആ റൂഹാണ്. ആ റൂഹിനെയാണ് നമ്മള് ശരീരത്തിന്റെ കൂടെ കൊണ്ടു നടന്ന് നമ്മുടെ മരണത്തിന് ശേഷം തിരിച്ച് അള്ളാഹു എല്ലിയിലേക്കോ സിജ്ജിയിലേക്കോ പോകുന്നത് അതേ റൂഹ് തന്നെ. അപ്പൊ അതേ റൂഹിന് ഓർമ്മയുണ്ടാവും അന്ന് ചെയ്തത്. നല്ല ആത്മാക്കളാണെങ്കിൽ, മനസ്സത്രമാത്രം നിഷ്കളങ്കമാണെങ്കിൽ അലി റളിയല്ലാഹുവിന് അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു എന്ന് തഫ്സീറിന്റെ ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചതായി ഓർക്കണം. അപ്പോ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉള്ള ഫിത്രത്തിലുള്ള റബ്ബിനെ തിരിച്ചറിയാനാണ് അള്ളാഹു. അപ്പൊ ആദം നബി ഏറ്റെടുത്ത അമാനത്ത് ഒരു സഹായമായി അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ സൃഷ്ടിപ്പിലെ നമുക്ക് അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞ് അള്ളാഹു സത്യസാക്ഷ്യം ചെയ്യിച്ചു. രണ്ടാമത്തേതാണ് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത്, പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം വരുന്ന 1,24,000 വരുന്ന എല്ലാ ഏതൊരു സമൂഹമുണ്ടോ അവരുടെ ഒക്കെ ഇടയിലേക്ക് ഒരു മുന്നറിയിപ്പുകാരനെ നാം അയച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എല്ലാവരും ഈ അള്ളാഹുവിന്റെ സന്ദേശത്തെ അറിയാതെ പോയ ഒരു സമൂഹവുമില്ല. അവരിലേക്കൊക്കെ റബ്ബ് ഒരു വിധേയന അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്നുണ്ട്. അത് വലിയ നിഅമത്താണ്. ഈ അമാനത്തിനെ ഓർമ്മപ്പെടുത്താനുള്ള അള്ളാഹുവിന്റെ രണ്ടാമത്തെ സഹായമാണത്. മൂന്നാമത്തതോ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇതൊക്കെ പുറമെ നമ്മള് ഇനി ഇങ്ങനെയൊക്കെ അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഓരോ ഉത്തരവാദിത്തവും ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായി നമ്മൾ ചെയ്തു കൊള്ളണമെന്നാണ് അള്ളാഹുവിന്റെ താല്പര്യം. എന്നാലും അള്ളാഹു റഊഫാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു റഊഫും ബിൽ ഇബാദാണ്. ആ അള്ളാഹു ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. മൻ ജാഅ ബിൽ ഹസനതി, ഒരാൾ നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹാ, അവന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം, 10 സൽക്കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലം നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു പറയാണ്. വമൻ ജാഅ ബിസ്സയ്യിഅ, ഒരാളിനെ അബദ്ധം ചെയ്തു പോയാൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അവന് ആ ചെയ്ത തിന്മയുടെ പ്രതിഫലം, ശിക്ഷ മാത്രമേ നമ്മൾ നൽകുള്ളൂ. അവിടെ നമ്മൾ 10 ഇരട്ടി നൽകി അവനെ ശിക്ഷിക്കുന്നില്ല. വഹും ലാ യുദ്ലമൂൻ, അവരോട് ഞാൻ ഒരിക്കലും അക്രമം കാണിക്കൂല എന്ന് അള്ളാഹു പറയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണത്. ചില രാത്രികൾക്ക് അള്ളാഹു ഇതുപോലെ പ്രാധാന്യം നൽകി, ചില സമയങ്ങൾക്ക് അള്ളാഹു പ്രാധാന്യം നൽകി, ചില സമയങ്ങൾക്ക് നൽകുന്നതിനുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു വലിയ പ്രാധാന്യം നൽകി. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നു. മളൂമായ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നു. യാത്രക്കാരന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നു. അർദ്ധരാത്രിയിൽ കൈ ഉയർത്തി റബ്ബിനോട് കേണുക പറയുന്നവനോട് അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അല്ലാഹു ഒരുപാട് സമയങ്ങളെ നിശ്ചയിച്ചു, ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, കഅബ, മീസാബ്, മുൽതസം, ഇങ്ങനെ ഒരുപാട് വിശുദ്ധ സ്ഥലങ്ങൾ വെച്ചു. ഇവിടെയൊക്കെ നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞോ ചോദിച്ചോ ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അല്ലാഹു വളരെ വിശാല മനസ്കതയോട് കൂടി പറയാം. പ്രതിഫലം നൽകുന്ന, ഇരട്ടി പ്രതിഫലം നൽകുന്ന, 10 ഇരട്ടിയും 100 ഇരട്ടിയും 80 വർഷത്തെ പ്രതിഫലമൊക്കെ നൽകുന്ന ലൈലത്തുൽ ഖദ്ർ നൽകുന്നു. ഇതൊക്കെ അള്ളാഹു ചെയ്ത മറ്റൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കരാർ ചെയ്തതല്ലേ, അവര് ഞാൻ പാലിക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ച് റഫായിട്ടല്ല. അള്ളാഹു വളരെ റഊഫാണ്. ഒരു നിലക്കും ഇന്നല്ലാഹ ലാ യദ്ലിമു അന്നാസ ശൈഅ, ഒരു കടുകുമണി പോലും ഒരു നിലക്കും റബ്ബ് ഒരു നിലക്കും ഒരാളോടും അതിക്രമം കാണിക്കൂല എന്ന് പറഞ്ഞത് ഇതാണ്. അള്ളാഹു ഒരുപാട് ഹസനത്തുകൾക്ക് ഇരട്ടിയും അതിന്റെ 70 ഇരട്ടിയും 70,000 ഇരട്ടിയും ഒക്കെ പ്രതിഫലം നിശ്ചയിക്കുന്ന ഒരു രീതി ഈ ശറയിൽ അള്ളാഹു കൊണ്ടുവന്നത് നമ്മെ സഹായിക്കാനാണ്. എങ്ങനെങ്കിലും എന്റെ അടിമ എന്നിലേക്ക് അടുക്കട്ടെ. അതുകൊണ്ടാണല്ലോ എന്നിലേക്ക് ഒരാൾ നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി വരും. ഒരാൾ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. ഒരു ചാണെടുത്താൽ ഒരു മുഴമെടുക്കും. അങ്ങനെ അള്ളാഹു ഒരുപാട് അടിമയെ എങ്ങനെയെങ്കിലും ഫിർറൂ ഇലല്ലാഹ് എന്നാ പറഞ്ഞത്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടി വരിന്നാ പറഞ്ഞത്. എന്തെങ്കിലും കണ്ട് പേടിച്ചാലൊക്കെ ചെയ്യുക, നമ്മൾ വേഗം ആരാണ് നമ്മെ രക്ഷിക്കുക അവരിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നതുപോലെ ഫിർറൂ ഇലല്ലാഹ്,
അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിപ്പോയിക്കോളെ. അള്ളാഹു നമ്മളെങ്ങനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി കാത്തു നിൽക്കാണ്. അള്ളാഹുവിന്റെ അത്ര ഗീറത്തുള്ള ഒരാളും ഇല്ല എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ് ഗീറത്ത് എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാള് വേറൊരാളെ പിന്നാലെ പോകുന്നു നമുക്ക് സഹിക്കൂല. നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ മറ്റൊരാളെ സ്നേഹിക്കുന്നു നമ്മൾ അറിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. കാരണം നമ്മൾ അത്രമാത്രം നേരെ തിരിച്ചും നമ്മുടെ ഭാര്യ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഭാര്യയെ സ്നേഹിക്കാതെ മറ്റൊരു സ്ത്രീയാണ് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അവർ തകർന്നു പോകും. ഇതാണ് യഥാർത്ഥത്തിൽ ഗീറത്ത് എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവർ തിരിച്ചും നമ്മെ സ്നേഹിക്കുക എന്നത് മനുഷ്യന്റെ ജന്മനായുള്ള അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹിക്കുന്നവർക്ക് തമ്മിലുള്ള ഏറ്റവും ഊഷ്മളമായ ശക്തമായ വികാരത്തിന്റെ പേരാണ് ഗീറത്ത് എന്ന് പറയുന്നത്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ അഹദ അഗ്യറു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ഗീറത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാള് മറ്റാരുമില്ല. അള്ളാഹുവാണ് ഏറ്റവും. അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു. അങ്ങേയറ്റം ഏത് തെമ്മാടിത്തം ചെയ്താലും പാപങ്ങളുടെ കൂമ്പാരത്തിൽ നമ്മൾ കുമിഞ്ഞുകൂടിയാലും എത്രമാത്രം തെമ്മാടിത്തത്തിൽ നമ്മൾ മുങ്ങിക്കുളിച്ചാലും അള്ളാഹു ഒരു കൈ നമുക്ക് നേരെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് എന്ന് അള്ളാഹു പറയാണ്. നിങ്ങൾക്ക് സമയമായില്ല പശ്ചാത്തപിക്കാൻ, നിങ്ങളെന്താ വരാത്തത്? ഞാനിതാ അള്ളാഹു രാത്രിയുടെ ഒന്നാമത്തെ പകുതി കഴിഞ്ഞാൽ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനോട് ചോദിക്കും, നിങ്ങള് ആരാണ് ദുആ ചെയ്യുന്നത്, സങ്കടം പറയുന്നത്, പാപമോചനം ചോദിക്കുന്നത് ആരാണ്? ഞാനിതാ പൊറുക്കാൻ തയ്യാറായ ഒരു റബ്ബ് നിങ്ങളുടെ വിളിക്ക് കാതോർത്തുകൊണ്ട് നിൽക്കുന്നു എന്ന് അള്ളാഹു ഒന്നാം ആകാശത്ത് വന്ന് പ്രഖ്യാപിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മൾ റബ്ബിൽ നിന്ന് അകലുമ്പോൾ അങ്ങേയറ്റം വിഷമിക്കും. അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് തിരിയുക എന്നത്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു നമ്മളൊക്കെ ഓരോ കടക്കാരെ നമ്മെ ആകർഷിക്കാൻ വേണ്ടി ഓഫർ നൽകുന്നത് പോലെ അതിലും വലിയ നമ്മുടെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നരകത്തിൽ പോവാതെ നമ്മെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അള്ളാഹുവിന്റെ ഫിർദൗസിലേക്ക് നമ്മെ ആകർഷിക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് ഓഫർ നൽകുകയാണ്. അതും അള്ളാഹു നമ്മോട് ചെയ്ത നമ്മൾ ഏറ്റെടുത്ത അമാനത്ത് നിർവഹിക്കാൻ അള്ളാഹു നൽകിയ വലിയൊരു സഹായമാണ്. ഒന്നാമത്തെ സഹായം അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സഹായം പ്രവാചകന്മാരെ നിയോഗിച്ചത്, ഉലമാഇനെ നിശ്ചയിച്ചത്. മൂന്നാമത്തെ സഹായമാണ് പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കി തന്നത്, അല്ലെങ്കിൽ ഉത്തരം നൽകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അള്ളാഹു മുഅ്മിന് നൽകിയത്. അതോടൊപ്പം ഇനി മറ്റൊന്ന്, ദോഷങ്ങൾ ചെയ്ത ആളുകളോട് അള്ളാഹു പറയുന്നത് മറ്റൊന്നാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മറ്റൊരു അനുഗ്രഹമാണ്, നമ്മൾ എത്രമാത്രം തമ്മാടിത്തം ചെയ്താലും ഒരിക്കലും എന്റെ അടുത്ത് തൗബയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, എന്നെ ഇനി അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് അള്ളാഹു പറയാണ്. ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിന് മേൽ അപരാധങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകളോട് നിങ്ങൾ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയരുത്, നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. എല്ലാ പാപവും, തമ്മാടിത്തങ്ങൾ, കള്ളുകുടികൾ, വ്യഭിചാരങ്ങൾ, പലിശക്ക് കൊടുത്തത്, ഒരാളെ കൊന്നത്, എല്ലാം പൊറുക്കാൻ അള്ളാഹു തയ്യാറാണ്. എല്ലാം പൊറുക്കും. മനുഷ്യൻ കൈ ഉയർത്തണമെന്ന് മാത്രം. അള്ളാഹുവിനോട് സങ്കടം പറയാൻ, ഖേദിച്ചു മടങ്ങാൻ മനുഷ്യൻ തയ്യാറാവുന്നോ, തൗബ ചെയ്യാൻ മനുഷ്യൻ സന്നദ്ധനാണോ എങ്കിൽ പൊറുക്കാൻ വിശാല മനസ്കനായ റബ്ബ് തയ്യാറാണെന്ന് അള്ളാഹു ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ആകാശം മുട്ടെ ചക്രവാളങ്ങൾ നിറയുന്ന അത്രയും പാപങ്ങൾ നിങ്ങൾ ചെയ്താലും പൊറുക്കാൻ ഗഫൂറുർ റഹീമായ ഞാനുണ്ട്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. ഈ അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇളവാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു നൽകുന്നത്. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുന്നേ നിങ്ങൾ കേരിച്ചു മടങ്ങിക്കൊള്ളൂ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു മനുഷ്യന്റെ ചുമലിൽ ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ചുമന്നു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ വിഡ്ഢിയും അവൻ അക്രമിയുമായിപ്പോയി എന്ന് കേവലം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കില്ല. അത് പിന്നീട് മനുഷ്യൻ അങ്ങനെ ആയിത്തീരുന്നല്ലോ എന്ന് അള്ളാഹു പറയാണ്. ചില മനുഷ്യർ അങ്ങനെ ആയിത്തീരുന്നു. യഥാർത്ഥത്തിൽ ഈ ചുമന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങൾ
അതിനനുസരിച്ചുള്ള മനസ്സ്, അതിനനുസരിച്ചുള്ള ജന്മം, അതിനനുസരിച്ചുള്ള പ്രവാചകന്മാർ, അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ, അതിനനുസരിച്ചുള്ള പാപമോചനങ്ങൾ ഒക്കെ നൽകി ഈ അമാനത്ത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൗകര്യങ്ങൾ മനുഷ്യന് ചെയ്യുന്നു. മനുഷ്യൻ ഇഖ്തിയാറോടുകൂടിയാണ്, അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് തന്നെയാണ്, വളരെ സ്വതന്ത്രനായിട്ടാണ് മനുഷ്യൻ നന്മ ചെയ്യുന്നത്, വളരെ സ്വതന്ത്രനായിട്ട് തന്നെയാണ് മനുഷ്യൻ തിന്മ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ നന്മ ചെയ്താൽ അവന് രക്ഷയുള്ളത്, തിന്മ ചെയ്താൽ അവന് ശിക്ഷയുള്ളത്. ഒരിക്കലും അടിമ മജ്ബൂർ അല്ല, അവൻ നിർബന്ധിതാവസ്ഥയിൽ നന്മ ചെയ്തു പോകുന്നു, നിർബന്ധിതാവസ്ഥയിൽ തിന്മ ചെയ്തു പോകുന്നു എന്നല്ല. എല്ലാം ഖളാഹ് പോലെയാണ് സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല. സംഭവിക്കുന്നത് എന്തെന്ന് അള്ളാഹു ആദ്യമേ എഴുതി വെക്കുന്നു എന്ന് മാത്രം. പക്ഷേ എന്ത് വേണമെന്ന് ചിന്തിക്കാനും തെരഞ്ഞെടുക്കാനും നമ്മളൊക്കെ അതിന് അനുഭവസ്ഥരാണ്. നമ്മളേതെങ്കിലും തിന്മ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല ആരോ എന്നെ പുഷ് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ തോന്നിയിട്ടില്ല ആരോ നമ്മെ പുഷ് ചെയ്തത് കൊണ്ട് പള്ളിയിൽ പോയതല്ല. നമ്മുടെ സ്വന്തം മനസ്സുകൊണ്ട് ചിന്തിച്ച് വിവേചന ബുദ്ധിയോടുകൂടി, വളരെ വിവേകത്തോടുകൂടി അതിന്റെ നന്മയും തിന്മയും കഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ കണക്ക് കൂട്ടി തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളും അമാനത്ത് നിർവഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സർവശക്തനായ റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഇതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ അമാനത്ത് ഏറ്റെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള രീതിയിൽ ഇതൊക്കെ നമ്മുടെയൊക്കെ ഒരു ഭാരം എന്ന വാക്കാണ്. ഒരു ഭാരം എന്ന വാക്കാണ് ഇവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മളെ നാളെ ഖിയാമത്ത് നാളില് നന്മയുടെ തുലാസ് തൂങ്ങുന്നു, അവിടെയൊക്കെ ആ ഭാരമാണ് പറയുന്നത്. ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ ഫഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. അവിടെയൊക്കെ കണ്ടില്ലേ, സഖുലത് മവാസീനുഹു, മീസാന് തൂക്കം കൂടിയാൽ, അതേപോലെ മീസാൻ നമ്മുടെ തുലാസ് കനം കുറഞ്ഞാൽ ഇവിടെയൊക്കെ ഭാരമാണ്. ഭാരവുമായി ബന്ധപ്പെടുത്തിയാണ് പല സ്ഥലത്തും ഖുർആനിലെ ആയത്തുകളും. ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചും അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു അത്ത്വയ്ർ ഔ തഹ്വി ബിഹി الريح ഫീ മകാനിൻ സഹീഖ്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, എത്ര ആലങ്കാരികമായ ഭംഗിയുള്ള ഒരു ഉപമയാണ് അള്ളാഹു പറയുന്നത്. ആകാശത്ത് നിന്നൊരാള് താഴോട്ട് പതിച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ് ശിർക്ക് ചെയ്യുന്ന ആള്. നമ്മളൊക്കെ ഭൂമിയിൽ അല്ലെങ്കിൽ വായുവിലൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ആകർഷണ വലയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആകർഷണ വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ, ആ പിടിവിട്ടാൽ, ഒരു കയറ് കൊണ്ട് ബന്ധിച്ച് ആണ് നമ്മൾ മുകളിലോട്ടൊരു സാധനം നിർത്തി, ആ കയർ കട്ടായി പോയാൽ, മുറിഞ്ഞു പോയാൽ താഴോട്ട് പിന്നെ പെട്ടെന്ന് വന്ന് പതിക്കുന്നു. ഒരു വിമാനത്തിന്റെ കൺട്രോൾ പോയാൽ അത് താഴോട്ട് വന്ന് പതിക്കുന്നു. ഇങ്ങനെ ആകാശത്തുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരു വസ്തു, അതിന്റെ ഭാരം പൂർണ്ണമായി ഭൂമിയിലോട്ട് പതിക്കുക, അതിന്റെ ഭാരത്തിന്റെ മേലുള്ള കൺട്രോൾ ഇല്ലാതെയായാൽ അത് ഭൂമിയിലോട്ട് പതിക്കുന്നു. അങ്ങനെ അത് ഫതഖ്തഫുഹു അത്ത്വയ്ർ, പിന്നെ അതിന് പക്ഷികൾ ഏറ്റെടുക്കും, ചിലപ്പോൾ കഴുകന്മാർ വന്ന് കൊത്തി തിന്നും. ഔ തഹ്വി ബിഹി الريح, അല്ലെങ്കിൽ ശക്തിയായ കാറ്റടിച്ചാൽ ഈ സാധനം ഉണങ്ങി പിന്നെ പീസായി, പിന്നെ അത് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്ന ഒരു വിലയുമില്ലാത്ത ഒരു സാധനമായി മാറും. എന്നതുപോലെയാണ് ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് ചെയ്യുന്നവൻ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടവനാണ്. അവൻ പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. അവന് കഴുകന്മാർ അവനെ കൊത്തിയെടുക്കുന്നു, കാറ്റവനെ പല ദിശയിലേക്കും പലപ്പോഴും പല ദിശയിലേക്ക്, ചിലപ്പോ ഇടത്തോട്ട് ചിലപ്പോ വലത്തോട്ട് അവനെ കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് പിശാച്. അള്ളാഹു വളരെ വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ഉപമയാണ്. ആകാശത്ത് നിന്ന് വീണുപോയി അങ്ങനെ പക്ഷികളും അല്ലെങ്കിൽ കാറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടിക്കളിക്കുന്നത് പോലെയാണ് ശിർക്ക് ചെയ്യുന്നവൻ. അപ്പൊ അല്ലാത്തവൻ എന്ന് പറയുന്നത് അവന് ശരിക്കും പിടുത്തമുള്ളവനാണ്. അള്ളാഹുവിലേക്ക് ആകർഷണീയത നിലനിൽക്കുന്ന, അള്ളാഹുവുമായ ഒരു ആകർഷണ ബന്ധം നിലനിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അമാനത്ത്. നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ വഹിക്കുന്ന ഈ അമാനത്താണ്. നമ്മുടെ ഭാരം എന്ന് പറയുന്നത് അമാനത്താണ്. അമാനത്ത് ഇല്ലാതെയായാൽ നമ്മൾ ഭൂമിയിലോട്ട് നേരെ പതിച്ചതുപോലെയാണ്. ومن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء. ഇസ്ലാം കടക്കാത്ത ഹൃദയങ്ങളെ കുറിച്ചും പറയുന്നത് ഇതുപോലെ സങ്കുചിതമായ ഹൃദയത്തിന്റെ ഉടമകളാണ്. ആകാശത്തോട്ട് കയറുന്ന സമയത്ത് എത്രമാത്രം അവർക്ക് ശ്വാസ തടസ്സം അല്ലെങ്കിൽ പ്രഷർ, മർദ്ദം, വായുവിന്റെ മർദ്ദം അവർക്ക് അനുഭവപ്പെടുമോ എന്നതുപോലെയുള്ള ഒരു മർദ്ദം മുകളിൽ നിന്ന് താഴോട്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ആകാശത്തോട്ട് ഉയർന്നുകൊണ്ടിരിക്കും. അവന്റെ കർമ്മങ്ങൾ ആകാശത്തോട്ട് ഉയർന്നുകൊണ്ടിരിക്കും. അവൻ മരണപ്പെട്ടാൽ അവന്റെ റൂഹ് വളരെ സന്തോഷത്തോടുകൂടി അള്ളാഹു മുകളിലോട്ട്
കൊണ്ടുപോകും. ഇങ്ങനെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആകാശത്തോട്ട് ഉയരുന്നത് വളരെ എളുപ്പത്തിലാണ്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിൽ, അവനെപ്പോഴും ഭൂമിയിൽ പതിക്കുന്ന, ഭൂമിക്കെതിരെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കുഫറുള്ള ആളുകൾക്ക് എന്ന് അള്ളാഹു പറയണം. അതാണ് അമാനത്ത് ഏറ്റെടുത്തവനും എടുക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവിടെയും ഒരു മൂല്യം, ഒരു വെയിറ്റ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക്, മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം നോക്കി. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, നാം ആ പ്രവർത്തനങ്ങളെയൊക്കെ പാറിപ്പോകുന്ന ധൂളികളാക്കി. വെയിറ്റ് ഇല്ലാത്ത സാധനം, അവിടെ വെയിറ്റാണ് പറയുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ മീസാനിനെ നന്മ കൊണ്ട് തൂക്കിത്തരുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ നമ്മുടെ പരലോകത്ത് നന്മയുടെ തട്ട് അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ ഇവിടെ അള്ളാഹു പറയാം, എവിടെയും വെയിറ്റ് ആണ് പറയുന്നത്. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന ധൂളികൾക്കാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിലപ്പോ വെയിലത്ത് ചെറുതായി ഇങ്ങനെ പാറി നടക്കുന്ന വളരെ ചെറിയ കണികകളെ കാണാറുണ്ട്. അതിനാണ് ഹബാഉം മൻസൂർ എന്ന് പറയാം. അതുപോലെ അവരുടെ കർമ്മങ്ങൾ മൂല്യമില്ലാത്ത, വാല്യൂ ഇല്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളായി തീരും. അപ്പൊ പറഞ്ഞു വരുന്നത് അമാനത്താണ്. അബ്ദുൽ അമാനത്ത് ഇലാ അഹ്ലിഹ, നിങ്ങള് അമാനത്തിന് അതിന്റെ അഹലുകാരിലേക്ക് കൊടുക്കണം. എല്ലാം അമാനത്തായതിനാൽ എല്ലാ കാര്യങ്ങളും അമാനത്താണ്. അതുകൊണ്ടാണ് നാളെ മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞ ആ സംഭവം അതുകൊണ്ടാണ്. എന്ത്? ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരാളുടെ കാല് പോലും നീങ്ങുകയില്ല. മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ. അല്ലേ? നിങ്ങളുടെ ആയുസ്സിനെ കുറിച്ച്, ഏതിലാണ് നിങ്ങളുടെ ആയുസ്സിനെ ചെലവഴിച്ചത് എന്ന് ചോദിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നമ്മുടെ ആയുസ് ഒരു അമാനത്താണ്. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നമ്മുടെ യൗവനത്തെ കുറിച്ച് ചോദിക്കും, എന്തിലാണ് നിങ്ങളുടെ യൗവനം നീ ചെലവഴിച്ചത്? യൗവനം ഒരു അമാനത്താണ്, ആരോഗ്യം ഒരു അമാനത്താണ്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, നീ എവിടെ നിന്ന് സമ്പാദിച്ചു? നീ വീടുണ്ടാക്കിയത്, വാഹനം വാങ്ങിച്ചത്, മറ്റു സംവിധാനങ്ങള്, അലങ്കാരങ്ങള്, അല്ലെങ്കിൽ ആഡംബരങ്ങളൊക്കെ നേടിയെടുത്തത് എവിടെ നിന്നാണ്? അത് അമാനത്താണ്. ഈ അമാനത്തിനെ കുറിച്ച് ചോദിക്കും. വഫീമ അൻഫഖ, എവിടെ നിന്ന് നേടിയെന്നും എവിടെ ചെലവഴിച്ചു എന്നും റബ്ബ് ചോദിക്കും. വമാദ അമില ഫീമ അലിം, അതേപോലെ നിനക്ക് തന്ന അറിവ് ഒരു അമാനത്താണ്. ഈ അറിവ് ഒരു അമാനത്താണ്. ഈ അമാനത്ത് കൊണ്ട് നീ എത്രമാത്രം കർമ്മം ചെയ്തു, എത്രമാത്രം അതിനെ പ്രചരിപ്പിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. അപ്പോൾ ഉംറയായാലും, ആയുസ്സാവട്ടെ, യൗവനമാവട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ അറിവാവട്ടെ, ആരോഗ്യമാവട്ടെ, ഇതൊക്കെ ഓരോന്നും അല്ലാഹു നമ്മോട് ചോദിക്കും. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസ് അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുക്കും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അല്ലാഹു വിശുദ്ധ ഖുർആനിലും പറയുന്നു, അമാനത്തുകൾ അതിന്റെ അഹലുകാരിലേക്ക് നൽകുക. അപ്പൊ അതുകൊണ്ട് എന്താണ് അമാനത്ത്? ഉത്തരവാദിത്തങ്ങൾ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം. ഒരുപാട് പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ പല അർത്ഥവും അമാനത്തിന്റെ വിവക്ഷയായി പറഞ്ഞിട്ടുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളാണ്. അള്ളാഹുവും മനുഷ്യനും, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള കടമകളെ കുറിച്ച് നമുക്ക് അമാനത്തെന്ന് പറയാം. അതേപോലെ സൃഷ്ടികൾ പരസ്പരമുള്ളതിനെ കുറിച്ചും ഹൽക്കും തമ്മിലുള്ളതിനെ കുറിച്ച് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അമാനത്ത് എന്ന് പറയാം. ഹൽക്കും തമ്മിലുള്ളതിൽ ഒരുപാടുണ്ട്. അതില് ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതുണ്ട്, പിതാവും മക്കളും തമ്മിലുള്ളതുണ്ട്, ഉമ്മയും മകനും തമ്മിലുള്ളതുണ്ട്, പ്രജകളും ഭരണകർത്താക്കളും തമ്മിലുള്ളതുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരും സഹപ്രവർത്തകരും തമ്മിലുള്ളതുണ്ട്, സമൂഹത്തിലെ ചെറിയവനും വലിയവനും തമ്മിലുള്ളതുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ എത്രമാത്രം മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അവരൊക്കെ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടതാണ്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചോ എന്ന് ചോദിക്കാതെ ഒരാളുടെ കാലം ഒരു അണു പോലും, ഒരു ഇഞ്ച് പോലും നാളെ നീങ്ങില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ അമാനത്ത് ഏറ്റെടുത്തതിന്റെ ഗൗരവം നമ്മെ അറിയിക്കാനാണ്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ജനങ്ങളും വഞ്ചിതരായിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അസ്സഹത്തു വൽ ഫറാഗ്, നിങ്ങൾക്കുള്ള ഒഴിവ് സമയങ്ങളും അതുപോലെ ആരോഗ്യവും. ഈ രണ്ട് സമയങ്ങളിലും പലപ്പോഴും മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളെ ഉപയോഗപ്പെടുത്താതെ, ആരോഗ്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താതെ, നമ്മുടെ ശരീരത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ ഒന്നും ഉപയോഗമില്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന
ഒരുപാട് ആളുകളുണ്ട്. സമയത്തെ വൃഥാ ചെലവഴിക്കുന്ന, അനാവശ്യമായി ചെലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഓരോ നിമിഷത്തെക്കുറിച്ചും ഓരോ സമയത്തെക്കുറിച്ചും ഓരോ ഫിൽസിനെ കുറിച്ചും, പൈസയുടെ കാര്യത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ഫിൽസും നാളെ റബ്ബിന്റെ മുന്നില് നമ്മൾ മറുപടി പറയേണ്ടത്. അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ. വലിയ ഉത്തരവാദിത്തമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അമാനത്തുകൾ നഷ്ടപ്പെടുത്തപ്പെടുക. അമാനത്തുകളൊന്നും ആരും പരിഗണിക്കൂല. പറഞ്ഞ വാക്കിന് വിലയുണ്ടാവൂല. ഒരാൾക്ക് വാക്ക് കൊടുത്താൽ, ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ, ഒരാളുടെ കാശ് ഏറ്റെടുത്താൽ, ഒരാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ, യതീമക്കളെ ഏറ്റെടുത്താൽ, സ്ഥാപനങ്ങൾ ഏറ്റെടുത്താൽ ഒക്കെ വഞ്ചിക്കുന്നു. തന്റെ കീഴിലുള്ളവരെ വഞ്ചിക്കുന്ന ഭരണകർത്താക്കൾ വരും, അണികളെ വഞ്ചിക്കുന്ന നേതാക്കന്മാർ വരും, കുടുംബത്തെ വഞ്ചിക്കുന്ന രക്ഷാകർത്താക്കൾ വരും, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ വരും, മാതാപിതാക്കളെ വഞ്ചിക്കുന്ന മക്കൾ വരും. ഇങ്ങനെ നന്ദികേടുകളും വാഗ്ദാന ലംഘനങ്ങളും വർദ്ധിക്കുന്ന ഒരു സമയത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പൊ അതുകൊണ്ട് വിവരമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമാനത്ത് ഏറ്റെടുത്ത ആളുകളാണെന്ന ബോധം നമുക്കുണ്ടാവണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലിലുണ്ട്. നമ്മുടെ ഓരോ നിമിഷത്തിലും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഓരോ വിധത്തിൽ നമ്മൾ കടപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ഹദീസിലൂടെ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു. എന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, എനിക്ക് അല്ലാഹു നൽകിയ ഹിദായത്തും ഇൽമും ഒക്കെ ഒരു ഉദാഹരണ സഹിതം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് മഴ വർഷിച്ചു എന്ന് സങ്കല്പിക്കുക. ഒരു സ്ഥലത്ത് മഴ വർഷിച്ചാൽ ചില സ്ഥലങ്ങളിൽ ആ മഴ വർഷിച്ചത് കൊണ്ട്, ചില സ്ഥലങ്ങളിൽ മഴ വർഷിക്കുന്നു എന്ന് തന്നെ ഒരു ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സുഖിയ റഹ്മ, അത് ഖൈറിന്റെ മഴയാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമമോ പ്രയാസമോ ഇല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തായി ആ മഴയെ അള്ളാഹു മാറ്റട്ടെ എന്ന് നമുക്ക് സാന്ദർഭികമായി ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഉദാഹരണം, ചില സ്ഥലത്ത് മഴ വർഷിച്ചാൽ ആ ഭൂമി ആ മഴയെ കുടിക്കുകയും ആ മഴയെ കുടിച്ചെടുത്ത മഴയിൽ നിന്ന് ലഭിച്ച വെള്ളം ഉപയോഗിച്ച് പിന്നീട് നല്ല പഴവർഗ്ഗങ്ങളും നല്ല സസ്യലതാദികളും നല്ല പുല്ലും ഒക്കെ പുറത്തേക്ക് നൽകുന്ന നല്ല ഭൂമി ഉണ്ടാവും. ആ മഴയെ സ്വീകരിക്കുകയും അതേപോലെ ആ മഴയിലൂടെ മനുഷ്യന് ഉപയോഗമുള്ള സസ്യങ്ങളും ഫലങ്ങളും കായ്കനികളും വൃക്ഷങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഭൂമിയുണ്ട്. അതൊരു തരം ഭൂമിയാണ്. മറ്റു ചില ഭൂമി എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന മഴയെ അതേപോലെ പിടിച്ചു വെക്കുന്നു. പാറ പോലുള്ള സ്ഥലങ്ങൾ, കുഴിയായി കിടക്കുന്ന പാറ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ചിലപ്പോൾ മഴ പെയ്താല് അവിടെ തളം കെട്ടി ഒരു കുളമായി അല്ലെങ്കിൽ ഒരു അരുവിയായി ഒക്കെ അവിടെ കെട്ടി നിൽക്കും, ഒരു തടാകമായി. ആ തടാകം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാം, അവർക്ക് കുളിക്കാം, കുടിക്കാം, ജലസേചനം നടത്താം, കൃഷികൾക്ക് ഉപയോഗിക്കാം. അതും ഭാഗികമായി ഉപയോഗമുള്ള ഒന്നാണ്. എന്നാൽ അതേസമയം വേറെ ചില ഭൂമികളുണ്ട്, അവിടെ എത്രമാത്രം മഴ പെയ്താലും അതൊന്നും ആ ഭൂമി പിടിച്ചു വെക്കുകയില്ല. ഒരു വൃക്ഷമോ ഒരു തയ്യോ ഒരു പുല്ലോ പോലും മുളപ്പിക്കാതെ പെയ്യുന്നത് മുഴുവനും ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന രീതിയിലുള്ള ചില സ്ഥലങ്ങളുമുണ്ട്. ഭൂമിക്കും ഉപകാരമില്ല, അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്കും ഉപകാരമില്ല. എന്നതുപോലെയാണ് സന്മാർഗമുള്ള ആളുകളും സന്മാർഗമില്ലാത്ത ആളുകളും അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിലാദ്യം പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിൽപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. ഒന്നാമത് പറഞ്ഞത് അൽ ഉലമാ ഉൽ ആമിലൂൻ, ഉള്ള അറിവ് കൊണ്ട് അമല് ചെയ്യുകയും അതിനനുസരിച്ച് മറ്റുള്ളവരിലേക്ക് ആ അറിവിനെ എത്തിക്കുകയും ചെയ്യുന്ന, സ്വന്തം നമ്മൾ ഒരുപാട് ഇൽമ പഠിക്കുന്നു, ആ ഇൽമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. ഞാൻ ഒരു നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സുന്നത്തിനെ കുറിച്ച് പഠിക്കുമ്പോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോ അല്ലെങ്കിൽ ഒരു വഅള് കേൾക്കുമ്പോ, റബ്ബേ ഇത് എനിക്ക് ഉപകാരപ്പെടണം, എന്റെ ജീവിതത്തിലാവണം ഇതിന്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ. ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ വെറും ഷെയർ ചെയ്യാനോ ഉള്ളതല്ല, മറിച്ച് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തട്ട റബ്ബേ എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒന്നാമതായി നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അങ്ങനെയാവുമ്പോഴാണ് അൽ ഉലമാ ഉൽ ആമിലൂൻ, ആ ഭൂമി ആ വെള്ളത്തെ വലിച്ചെടുക്കുകയും അവിടെ പിന്നെ അങ്ങനെയാണ് അറിവുള്ള ആളുകൾക്ക് അതുപോലെ നമുക്ക് അറിവുള്ള ആളുകളെ അല്ലാത്തവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അറിവുള്ള ആളുകളെ പരിസരത്ത് ഇരുന്നാൽ തന്നെ സുഗന്ധം. നല്ല ആളുകളുടെ നല്ല കൂട്ടുകാരുടെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ, ഒരു മിസ്ക് അല്ലെങ്കിൽ അത്തർ കച്ചവടക്കാരന്റെ അടുത്ത് പോയിരുന്നത് പോലെയാണെന്ന്. അത്തർ കച്ചവടക്കാരന്റെ അടുത്ത് പോയിരുന്നാല് അവന് അവിടെ പോയിരുന്നാൽ തന്നെ നിനക്ക് സുഗന്ധമാണ്. ഇനി ചിലപ്പോൾ നിനക്ക് സുഗന്ധം നൽകിയാൽ നിനക്ക് കൊണ്ടുവരാൻ കൂടി ഒരു സുഗന്ധം കിട്ടും. അവിടെ ചെന്നാൽ തന്നെ സുഗന്ധം, നിനക്ക് നിന്റെ ശരീരത്തില് അവന്റെ സുഗന്ധം ആയാൽ അത് സുഗന്ധം, അവിടുന്ന് കൊണ്ടുവരാനും നിനക്ക് സുഗന്ധം ഉണ്ടാവും. നേരെ മറിച്ച് നല്ലതല്ലാത്തൊരു കൂട്ടുകാരനാണെങ്കിൽ അവന് ഉലയിലൂതുന്ന ഒരു കൊല്ലന്റെ ഒരു ഹദ്ദാദ് എന്ന് പറഞ്ഞാല് ഈ ബ്ലാക്ക് സ്മിത്ത് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള്, അവന്റെ അടുത്തൊരാൾ പോയിരുന്നാൽ വെറുതെ ചെന്നിരുന്നാൽ തന്നെ പുക മണക്കുന്നു, തീ പാറുന്നു, നമ്മുടെ വസ്ത്രം കരിയും, ചിലപ്പോ അവിടെ പോന്നാലും ആ മണം നിലനിൽക്കും.
എന്നതുപോലെ തന്നെ ചീത്ത കൂട്ടുകാര്. അപ്പൊ മഹാനായ ഒരു അള്ളാഹുവിനെ പഠിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആലിമീങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇൽമുള്ള ആളുകളിലേക്ക് ഇൽമ് വേരൂന്നിയിട്ടുണ്ടാവും. അവരുടെ ഹൃദയത്തിലെ ഇൽമുണ്ടാവും, അവരുടെ കർമ്മത്തിലെ ഇൽമുണ്ടാവും, അവരുടെ നോട്ടത്തിലെ ഇൽമുണ്ടാവും. അവരെ കണ്ടാൽ തന്നെ അള്ളാഹുവിന് ഓർമ്മ വരും. ചില മഹാന്മാരുടെ കഴിവ് അങ്ങനെയാണ്. ചില മഹാന്മാരുടെ മുഖത്ത് നോക്കിയാൽ, മഹാനായ ശംസുൽ ഉലമ, മഹാന്മാരായ ഉലമാക്കൾ, അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ വരും. അത് അള്ളാഹു നൽകുന്ന ഒരു കഴിവാണ്. ഷെയ്ഖ് എന്ന് പറയുന്നത് തന്നെ സാന്ദർഭികമായി പറയാം. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഷെയ്ഖന്മാരുണ്ട്. ഒന്ന് ഷെയ്ഖുൻ ശയ്യഖഹു സമാൻ, കാലം കൊണ്ട് ഷെയ്ഖായി പോയ ആള് എന്ന് വെച്ചാല് വയസ്സായ ആളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഷെയ്ഖ് എന്നാ പറയും. ഷെയ്ഖാണെന്ന് പറഞ്ഞാൽ കിളവനാണെന്ന് അർത്ഥം. അതിനും ഷെയ്ഖുൻ ശയ്യഖഹു അസ്സമാൻ. മറ്റൊന്ന് ഷെയ്ഖുൻ ശയ്യഖഹുൽ അഖ്റാൻ എന്ന് പറയുന്നു. കൂടെയുള്ള ആളുകളൊക്കെ ഷെയ്ഖായി പരിഗണിക്കുന്ന, ആപേക്ഷികമായി നമ്മളിപ്പോ ഒരു 60 വയസ്സുള്ള ആളാണെങ്കിൽ 50 വയസ്സ് 40 വയസ്സ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുതിർന്ന ആളാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ആ ഷെയ്ഖ് നമ്മൾ ഒരാൾ വിളിച്ചു വരും. കൂടെയുള്ള ആളുകളൊക്കെ ആദ്യം പറഞ്ഞത് കിളവൻ 90, ഒരു നിലക്കും ഒരാളെ കൂട്ടത്തിരുത്തിയാൽ അയാൾ ചെറുപ്പക്കാരനാവില്ല. അങ്ങനത്തെ വയസ്സനാണ് ആദ്യം പറഞ്ഞത് ഷെയ്ഖുൻ ശയ്യഖഹു സമാൻ. രണ്ടാമത് പറഞ്ഞ ഷെയ്ഖുൻ ശയ്യഖഹുൽ അഖ്റാൻ, കൂടെയുള്ള ആളുകളൊക്കെ അയാളെ ഷെയ്ഖായി വെച്ചു. പറഞ്ഞ പ്രായം കൊണ്ടോ അറിവുകൊണ്ടോ ഒന്നും മികച്ചു നിൽക്കുന്നു, അപ്പൊ അയാളെ ഷെയ്ഖായി. മറ്റൊന്നാണ് ഷെയ്ഖുൻ ശയ്യഖഹു സുൽത്താൻ, സുൽത്താന് ഷെയ്ഖാക്കി വെച്ചു. ഫത്വന്റെ നിങ്ങളാണ് ഫത്വ കൊടുക്കേണ്ടത് ഒരാളെ ഷെയ്ഖാക്കി വെച്ചാൽ അത് യഥാർത്ഥത്തില് ഷെയ്ഖായിട്ട് നമ്മൾ പരിഗണിക്കും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒക്കെ ഔദ്യോഗിക മുഫ്തി അത് ഷെയ്ഖുൻ ശയ്യഖഹു സുൽത്താനാണ്. സുൽത്താൻ ഷെയ്ഖാക്കി വെച്ച ആളാണ്. മറ്റൊന്നാണ് ഷെയ്ഖുൻ ശയ്യഖഹു ശൈത്താൻ. ശൈത്താൻ ഒരുപാട് ആൾക്കാരെ ഷെയ്ഖാക്കി വെച്ചിട്ടുണ്ട്. വേഷഭൂഷാദികൾ കൊണ്ട്, അല്ലെങ്കിൽ ഒച്ചപ്പാട് കൊണ്ട്, പ്രസംഗം കൊണ്ടൊക്കെ വലിയ ആളായിട്ട് ആളുകളുടെ മുന്നിൽ മേനി നടിക്കും. ദുനിയാവും അവരും തമ്മിൽ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ്. ആഖിറം ഒരു നിലക്ക് അവരെ കണ്ട ഓർമ്മ വരൂല. അങ്ങനത്തെ ഒരുപാട് ശൈത്താൻ കുപ്പായടിച്ച ഒരുപാട് ആളുകളുണ്ടെന്ന് മഹാന്മാര് പറയാണ്. ഷെയ്ഖുൻ ശയ്യഖഹു ശൈത്താൻ. ഇനി അവസാനം പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഷെയ്ഖ്. ആരാണ്? ഷെയ്ഖുൻ ശയ്യഖഹു റഹ്മാൻ. റഹ്മാനായ റബ്ബൊരാളെ ഷെയ്ഖാക്കി വെച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഷെയ്ഖ്. ഷെയ്ഖുൻ ശയ്യഖഹു റഹ്മാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹും ഖൗമുൻ ഇദാ റുഉ ദുകിറല്ലാഹ്. അവരൊരു വിഭാഗമാണ്, അവരെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരും. അത് ഒരു ശൈത്താനോ ഒരു സുൽത്താനോ അല്ലെങ്കിൽ ഒരു അഖ്റാനോ ഒരു സമാനോ ഒന്നും അങ്ങനത്തെ ഷെയ്ഖിനുണ്ടാക്കാൻ സാധിക്കൂല. അത് സർവശക്തനായ റബ്ബ് തന്നെ വിചാരിക്കണം. അങ്ങനത്തെ മഹാന്മാരായ ഉലമാക്കള്, ആ ഉലമാക്കളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. എന്ത്? അവര് ഭൂമിയിലെ വെള്ളം വലിച്ചെടുക്കുന്നു, അവര് നല്ല നല്ല ഫലങ്ങളും വിത്തുകളും അതുപോലെ തന്നെ പുഷ്പങ്ങളും പുല്ലുകളും ഒക്കെ മുളപ്പിക്കുന്നു. ആ രീതിയിലുള്ള ആകാൻ നമുക്ക് കഴിയുന്ന ആളുകൾ അങ്ങനെ ആവാൻ ശ്രമിക്കുക. തഖ്വ കൊണ്ട് സാധിക്കുക, ദിക്ർ കൊണ്ട് സാധിക്കും. അറിവ് കൊണ്ട് മാത്രമല്ല മനുഷ്യന്, ദിക്ർ കൊണ്ട് ഒരു മനുഷ്യന് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താൻ സാധിക്കും. ദിക്റിനോളം ഒരു മനുഷ്യനെ ഉദാത്തനാക്കുന്ന ഒരു കർമ്മമില്ല. യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പോലും പലപ്പോഴും ഏറ്റവും ഉദാത്തമായ കർമ്മം ദിക്റാണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. എണ്ണമില്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. ദിക്റാണ് നമ്മെ അള്ളാഹുവിന്റെ അമാനത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നു, ഒന്നുകിൽ ആലിമുൻ ആമിലായി മാറുക. ഇനി അത് നമുക്ക് ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും പല ഇൽമു നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഇൽമു കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടും. നമ്മുടെ കർമ്മത്തിൽ ഒരു പക്ഷെ നമ്മൾ വീക്കായാലും നമ്മുടെ ഇൽമു കൊണ്ട് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ ചിലർക്ക് കഴിയുള്ളൂ, അവർക്ക് അമലിയ അവസരങ്ങൾ കുറവായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറയുന്ന ഞാൻ എന്റെ നഫ്സിനോട് കൂടി പറയണം, അള്ളാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നിന്റെ ഇബാദത്തിലായി നിന്റെ ദിക്റിലായി ജീവിക്കാൻ അള്ളാഹുവെ കൂടി ഞങ്ങൾക്കൊക്കെ തൗഫീഖിനെ തരണേ റഹ്മാനെ. അപ്പൊ നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണം. ഇനി അങ്ങനെ നമുക്ക് അതിന് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ അവസരം ലഭിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കുക. നല്ല അറിവിന്റെ സീഡുകൾ, നല്ല അറിവിന്റെ ലിങ്കുകൾ, നല്ല ക്ലിപ്പുകൾ, അല്ലെങ്കിൽ നല്ല വാദിന്റെ സാഹചര്യങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക. അതും വലിയ ഉപകാരം. ഇത് രണ്ടുമല്ലാതെ കേൾക്കുന്നതൊന്നും നമ്മുടെ മനസ്സിലേക്കോ ശരീരത്തിലേക്കോ ഓർമ്മയിലേക്കോ കടക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരാളിലേക്കും ഒന്നും എത്തിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കടുത്ത ഹൃദയത്തിന്റെ ഉടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മയ്യിരിദില്ലാഹു ബിഹി ഖൈറൻ. അള്ളാഹു ഒരാളിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അവനെ അള്ളാഹു ദീനിൽ ഇൽമു നൽകി സഹായിക്കുന്നതാണ്. ദീനിന്റെ കാര്യത്തിൽ ഒരാൾക്ക് അള്ളാഹു ഇൽമു നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എനിക്ക് അള്ളാഹു
ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വയല് കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ, സീഡികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളിൽ അള്ളാഹു ഖൈറിനെ കാണുന്നു എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ പണക്കാരനാക്കുന്നല്ല പറഞ്ഞത്, അവനെ സംഘാടകനാക്കുന്നല്ല പറഞ്ഞത്. യുഫഖിഹു ഫിദ്ദീൻ, ഏറ്റവും അടിസ്ഥാനം ദീനിലുള്ള ഇൽമാണ്, ഫിഖ്ഹാണ്, വിവരമാണ്. വിവരത്തോളം ഉദാത്തമായ മറ്റൊന്നുമില്ല. ആ വിവരം കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൽമിന്റെ മജ്ലിസുകളിലൂടെ ലഭിക്കും, ദിക്റിന്റെ മജ്ലിസുകളിലൂടെ ലഭിക്കും. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അപ്പൊ ആ ഖൈർ അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാനും അങ്ങനെ പഠിച്ചുകൊണ്ട് ഈ അള്ളാഹു നേരത്തെ ആദത്തെ സൂചിപ്പിച്ച അലൈഹിസ്സലാം ഏറ്റെടുത്ത ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ പിന്തുടർച്ചയായ നമ്മളൊക്കെ ഇന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. നമുക്കൊന്നും ഒരു ഭാരമായി തോന്നിയിട്ടില്ല, നമുക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഫിത്രത്തിലാണ് നമ്മൾ ജനിച്ചത്. നമ്മൾ പിന്നെ യഹൂദിയോ നസറാനിയോ ക്രിസ്ത്യാനിയോ ഒന്നുമായി നമ്മൾ മാറിയില്ല. അൽഹംദുലില്ലാഹ് ഫിത്രത്തിൽ ജനിച്ചു. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചു. പിന്നെ സൽക്കർമ്മങ്ങൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് നമ്മൾ ഓടുന്നു, ഇസ്തിഗ്ഫാറിന്റെ രംഗങ്ങൾ എവിടെയുണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നു. അപ്പൊ ഈ 4 രീതിയിലും റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അഞ്ചാമതായി നമ്മൾ എൽമിന്റെ മജ്ലിസിൽ കൂടി പങ്കെടുത്ത് എൽമ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ, ദിക്ർ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും ഈ ഭാരം ഒരു ഭാരമേ ആവുകയില്ല. മാത്രമല്ല നാളെ പരലോകത്ത് മരണപ്പെട്ടു ചെന്നാൽ നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ സമയത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ അറിവിനെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ചൊക്കെ നമുക്ക് അല്ലാഹുവിനോട് അക്കമിട്ട് മറുപടി പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തൗഫീഖ് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് സംഘടിതരായ ഇവിടെ 300ഓളം ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഡയലക്സ് കേൾക്കാനും ഇത് ഒഴിഞ്ഞിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ പോലുള്ള പല ആളുകൾക്ക് ഒരു പക്ഷേ ഇതിന് മുന്നിൽ ഫുൾ ടൈം ഇരിക്കാൻ സാധിക്കില്ല. നമ്മുടെ സമയങ്ങൾ മറ്റു രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ കുടുംബത്തിന് ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ അറിവിന് ഉപയോഗപ്പെടുത്താൻ, അറിവിന്റെ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കാണ്. അള്ളാഹുവിന്റെ ദീനിനെ അറിയാത്ത ഇന്ന് ക്ലാസ്സിന് വരുന്നതിന്റെ മുന്നേ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദ്, ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നതിന്റെ മുന്നേ എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് താല്പര്യം പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ എനിക്ക് സൗകര്യപ്പെട്ടില്ല. ഇന്നാണ് ആ സഹോദരൻ, മുസ്ലിമാണ് താല്പര്യമുള്ള സഹോദരൻ ഇന്നാണ് സൗകര്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട സയ്യിദ് റഫീഖുദ്ദീൻ തങ്ങളും ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞിയൊക്കെ പോലെയുള്ള അബുദാബിയിലെ പ്രവർത്തകരെ അൽഹംദുലില്ലാഹ് അവർ ആ സഹോദരന്മാർ ഇവിടെ വീട്ടിൽ വന്നു. നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ ആ സഹോദരൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി ഞങ്ങളുടെ കൂടെ ജമാഅത്തായി ഇവിടുന്ന് വീട്ടിൽ നിസ്കരിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ ഒരു സംഭവമാണ്. നമുക്കൊക്കെ പ്രസംഗിച്ചോ ഒന്നും നമ്മൾ വലിയ ആളായി പോകില്ല. നമ്മൾ എന്തായാൽ മതി. ആ സഹോദരൻ നമ്മളെ അറിയില്ല, എങ്ങനെയോ നമ്മളിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ സമയങ്ങൾ നമ്മളൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ സന്ദേശം ഒരാൾക്ക് കൈമാറുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഖൈർ കിട്ടാമെന്ന് ചിന്തിച്ചതോടുകൂടി നിങ്ങൾ ഷെയർ ചെയ്താൽ തീർച്ചയായും ശാശ്വതനായ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ടെസ്റ്റുകൾ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക് മറ്റൊരു ബന്ധപ്പെടുന്ന ആളുകൾ അതേപോലെ ചെറുപ്പക്കാർക്ക് വിവരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെക്കൂടി നമ്മൾ ആശ്രയിക്കും. എല്ലാം കേൾക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കൂട്ടായ്മയോടൊപ്പം തന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ പരിസരത്ത്, നമ്മുടെ റൂമിൽ, നമ്മുടെ പാർക്കുകളിൽ എപ്പോഴെങ്കിലും ആഴ്ചയിലൊരിക്കലും, മാസത്തിലൊരിക്കലും, 2 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് അവസരം നൽകി ഈ നമ്മുടെ കൂട്ടായ്മക്കുള്ളിൽ തന്നെ ഒരുപാട് സ്കില്ലുകളുള്ള, സംഘാടനത്തിന് കഴിവുള്ള, പ്രസംഗിക്കാൻ കഴിവുള്ള, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കഴിവുള്ള, ക്ലാസ് എടുക്കാൻ കഴിവുള്ള ഒരുപാട് ഐഡിയ നമ്മൾ വലിയ വലിയ പ്രശസ്തരായ ആളുകൾ ഒരുപാട് നമ്മൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരുപാട് സേവനം നമുക്ക് ലഭ്യമാക്കാം. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടും. നമ്മുടെ കഴിവുകൾ നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കാതെ എന്നല്ല പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനെ ഓരോന്ന് എണ്ണി പറഞ്ഞത്. നിങ്ങളുടെ അമലിനെ കുറിച്ച് ചോദിക്കും, നിങ്ങളുടെ അറിവിനെ കുറിച്ച് ചോദിക്കും, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഓരോന്നും ഞാൻ എന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോ അല്ലാഹുവേ എന്റെ സമയം, അല്ലാഹുവേ എന്റെ ആരോഗ്യം, അല്ലാഹുവേ എന്റെ നടത്തം, അല്ലാഹുവേ എന്റെ അറിവ്, അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഇത് ഞാൻ ചെലവാക്കുന്നത് കറക്റ്റാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലൂടെ പറയണം. അപ്പൊ നമ്മൾ ഈ അമാനത്ത് നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. നമ്മുടെ മക്കളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കൂടെ തന്നെ അവർക്ക് വേണ്ട ഹിദായത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് വേണ്ട പുസ്തകങ്ങൾ
നമ്മൾ വാങ്ങിക്കാൻ മറക്കരുത്. നമ്മുടെ ഭാര്യമാരുടെ കൂടെ നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആക്കണം. പണ്ട് പഠിച്ച 10ാം ക്ലാസ്സിലോ +2-ലോ ഡിഗ്രിയിലോ എത്തി നിൽക്കുന്ന ആ അറിവിന്റെ അപ്പുറം 7ാം ക്ലാസ്സിന്റെ അപ്പുറം 10ാം ക്ലാസ് മദ്രസ അപ്പുറം അവർ വായിക്കുന്നില്ലെങ്കിൽ അന്ന് അതിലേക്ക് കൂടി ശ്രദ്ധ കൊടുക്കണം. അവരെ നരകത്തിന് കാക്കണം, അവർക്ക് കൂടുതൽ അറിവ് നൽകുക. ബൈലക്സ് ഏറ്റവും വലിയൊരു സോഴ്സാണ്. അതോടൊപ്പം തന്നെ അവരെ നമ്മൾ നമ്മുടെ നിലവാരത്തിനനുസരിച്ച് ഉയർന്ന ഭാര്യയും മക്കളൊക്കെയാണ്. കല്യാണം കഴിക്കുമ്പോൾ വളരെ പാവപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാജ്യത്തിലായിട്ട് നമുക്കും നമ്മുടെ ഭാര്യമാരുടെ സാമ്പത്തിക വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് ഉയർത്താൻ കഴിയും. ഇപ്പൊ ഒക്കെ എന്താ പറയാ, വിദേശ പഠനത്തിന്റെ വിദൂര പഠനത്തിന്റെ കാലമാണ്. എവിടെയും നമ്മൾ ഡയറക്റ്റായി പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ഇതൊക്കെ നിങ്ങൾ അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ സമയത്തിന്റെ വില പറയുന്ന ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്. ഭാര്യമാർക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നാട്ടിലെ ഫാമിലിയിലുള്ള ആളുകൾ അവർക്ക് വായനാശീലം വർദ്ധിപ്പിക്കണം. അവരുടെ ദീനീയായ അറിവില്ലായ്മയെ നമ്മൾ നികത്തി കൊടുക്കണം. അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതൊക്കെ നമ്മൾ തമാശ പറയലല്ലോ, ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഞാൻ രോഗിയെ സന്ദർശിച്ചു പറഞ്ഞത് സഹായിച്ചത് ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? ഓരോ ദിവസവും ഓരോ സമയവും ഓരോ രീതിയിലുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യും എന്ന് നിർബന്ധം ഉണ്ടായതുകൊണ്ടാണല്ലോ സിദ്ദീഖുള്ളാഹി 24 മണിക്കൂർ നബിയുടെ കൂടെ അസഹബത്തിനോളം വലുത് അനുസരിച്ച് അവിടെ കൂടാലോ. അങ്ങനെയല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലേക്കും അവന്റെ കണ്ണെത്തണം. മഹാനായ വൈസുൽ ഖർനി, നിങ്ങൾ ആലോചിച്ച് നോക്കി, വൈസുൽ ഖർനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മുസ്ലിം ആവാനുണ്ടായിരുന്ന നേരിട്ട് കണ്ട് സഹാബി ആവാനുണ്ടായിരുന്ന പ്രധാന തടസ്സം ഉമ്മയെ പരിചരിക്കലായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, ഉമ്മയെ പരിചരിക്കലായിരുന്നു. ഈ ഉമ്മയെ പരിചരിക്കാൻ അവിടുന്ന് പോകുന്ന വേറെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് നബിയുടെ മേല് വിശ്വസിച്ചു, അവിടെ താബിഈയായി നിന്നു. ആ ഉമ്മയെ പരിചരിച്ച് നബിയെ കാണാതെ നമ്മളൊക്കെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉമ്മാനൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നബിയുടെ അടുത്ത് കൊണ്ടുവരും. മഹാനവറുകൾ ഉമ്മക്ക് വേണ്ടി ഉമ്മയുടെ ഖിദ്മത്തിലായി ജീവിക്കലാണ് ജിഹാദിനേക്കാളും മറ്റ് സൽക്കർമ്മങ്ങളെക്കാളും പ്രാപ്തമായിട്ട് നമ്മൾ തിരിച്ചറിവ്. മഹാനവറുകൾ ഉമ്മയുടെ കാൽക്ക് അവിടെ നിർത്തി. അതുകൊണ്ട് തന്നെ ആളെ കാണും, അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. എന്താ, അതൊക്കെ എത്ര വലിയ ദറജ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാതെ എല്ലാ മേഖലയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകണം. പാവപ്പെട്ടവരെ സഹായിക്കണം, ഫീൽഡ് വർക്കിന് നമ്മൾ ഇറങ്ങണം, കുടുംബത്തിന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, മക്കളെ വേണം, ചെറുതായി എഡ്യൂക്കേറ്റ് ചെയ്യണം, രംഗത്തേക്ക് നമ്മൾ ഇറങ്ങണം, വിജ്ഞാനം പരത്താനും പ്രചരിപ്പിക്കാനും നമ്മൾ സജീവമായ രംഗത്തുണ്ടാവണം. ടെക്സ്റ്റ് വരുന്നില്ല, എല്ലാവരും കേൾക്കുന്നില്ലേ എന്ന് തോന്നുന്നു അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ടെക്സ്റ്റ് വരുന്നില്ല. അൽഹംദുലില്ലാ. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്ത ഉത്തരവാദിത്തം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു. അങ്ങനെ വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിൻ തയ്യിബാത്ത് എന്ന് പറഞ്ഞ് അല്ലാഹു ആദരിക്കുന്ന, അല്ലാഹു നിന്ദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു ശിക്ഷിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ ശിക്ഷിക്കുന്ന, പരാജയപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനും അല്ലാഹുവിന്റെ നമ്മുടെ കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന സമൂഹമായി, ചെറുപ്പക്കാരായി, യുവാക്കളായി അല്ലാഹു നമ്മെ മാറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ